بسم الله الرحمن الرحيم. الحمد لله رب العالمين. نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن سيدنا ونبينا ومولانا محمدا صلى الله عليه وسلم عبده ورسوله. اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم والتابعين لهم بإحسان إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما آتيتم من ربا ليربو في أموال الناس فلا يربو عند الله. وما آتيتم من زكاة تريدون وجه الله فأولئك هم المضعفون. صدق الله العلي العظيم. صدق وصدق وبلغ رسوله النبي الكريم، ونحن على ما قال ربنا من الشاهدين الشاكرين، والحمد لله رب العالمين. قال نبيكم صلى الله عليه وسلم: قد أفلح من أسلم ورزق كفافا وقنعه الله بما آتاه. صدق شفيعنا رسول الله صلى الله عليه وسلم. أصلي صلاة تملأ الأرض والسماء على من له أعلى العلا متبوأ. أقيم مقاما لم يقم فيه مرسل، وأمست له حجب الجلال توطأ. إلى العرش والكرسي أحمد قد دنا، فنورهما من نوره يتلألأ. صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية. واعلموا يا أمة سيدنا ومولانا محمد، اللهم صل وسلم وبارك عليه. സർവാദരണീയരായ ഉസ്താദുമാരെ, പണ്ഡിതന്മാരെ, നേതാക്കളെ, മാന്യ സഹോദരന്മാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, അൽഹംദുലില്ലാഹ്, അല്ലാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ നമ്മുടെ ഈ പ്രദേശത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാരഥന്മാരുടെ ഉറൂസിനോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന വിജ്ഞാന സദസ്സിലാണ് നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. നാം പറയുന്നതും കേൾക്കുന്നതും ഈ സദസ്സിൽ ചെലവഴിക്കുന്ന അത്രയും സമയം ഈ രാത്രിയിൽ നിർവഹിക്കുന്ന സുഹൃതങ്ങളിൽ ഉൾപ്പെടുത്തി അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാന്മാരുടെ മദതും
അവരുടെ ബറക്കത്തും നമ്മുടെ ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ദുആ കൊണ്ടറിയിച്ച മുഴുവൻ ആളുകളുടെയും ഹലാലായ ഖൈറായ മുഴുവൻ ലക്ഷ്യങ്ങളും ഈ മഹാന്മാരുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു സാധിപ്പിക്കുമാറാകട്ടെ. ആമീൻ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുന്നു. വളരെ വിശാലമായി സംസാരിക്കേണ്ട ഒരു വിഷയമാണ് ഇവിടെ നോട്ടീസിൽ നൽകിയിരിക്കുന്നത്. ധനസമ്പാദനം, വിനിയോഗം, ഇസ്ലാമിക മാതൃക. ഒരു വിഷയമല്ല, രണ്ട് വിഷയം. ധനം സമ്പാദിക്കേണ്ടത് എങ്ങനെയെന്നും ചെലവഴിക്കേണ്ടത് എങ്ങനെയെന്നും രണ്ട് വിഷയത്തിനും ഇസ്ലാം പഠിപ്പിക്കുന്ന മാതൃകയാണ് സംസാരിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന അനുഗ്രഹങ്ങളിൽ ഒരു അനുഗ്രഹമാണ് സമ്പത്ത് എന്ന് പറയുന്നത്. വലിയ അനുഗ്രഹം അല്ല, വലിയ അനുഗ്രഹമായി അതിനെ വിലയിരുത്തപ്പെട്ടിട്ടും ഇല്ല. വലിയ ഒരു വിഷയമായി സമ്പത്തിനെ കാണുന്നത് മനുഷ്യന്റെ ഒരു സ്വഭാവമായി, കൂടപ്പിറപ്പായി അങ്ങനെ മാറിയതുകൊണ്ടാണ്. ദുനിയാവിലേക്ക് പിറക്കുമ്പോൾ തന്നെ എല്ലാവരുമല്ല, ചിലരതിൽ നിന്നൊഴിവാണ്. ദുനിയാവൊക്കെ സ്വീകരിക്കുന്ന രൂപത്തിൽ 10 വിരലും മടക്കി പിടിച്ചിട്ടാണ് നമ്മൾ ഉമ്മയോടൊപ്പം കിടന്നുറങ്ങുന്ന ആ സമയത്ത് പോലും, ചെറിയ പ്രായത്തിൽ പോലും കിടക്കാറുള്ളത്. ദുനിയാവിൽ നിന്ന് വിട പറയുമ്പോൾ എല്ലാ വിരലും തുറന്നു വെച്ച് എത്ര പ്രായം കൂടിയാലും ഞാനൊന്നും എടുത്തിട്ടില്ല, എല്ലാം ഇവിടെ ബാക്കി വെച്ചിട്ടുണ്ട് എന്ന നിലക്ക് പിരിഞ്ഞു പോവുകയും ചെയ്യും. സമ്പത്തിന് വലിയ സ്ഥാനം നൽകിയിട്ടില്ല എന്ന് പറയുമ്പോൾ ആർക്കും വിഷമൊന്നും തോന്നണ്ട. അതുകൊണ്ടാണ് മഹാരഥന്മാരായ പണ്ഡിതന്മാർ ഒരു പുരുഷനും സ്ത്രീയും നല്ല ഒരു ജീവിതം നയിക്കുന്നതിന് വേണ്ടി ഇണകളായി മാറുമ്പോൾ പരിഗണിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് കഫാഅത്ത് എന്ന് പറയുന്നത്, യോജിപ്പ്, പരസ്പരം. കഫാഅത്തിന്റെ കാര്യങ്ങൾ 6 പഠിപ്പിച്ചെടുത്ത് സമ്പത്ത് അതിൽ എണ്ണിയിട്ടില്ല. തറവാട് പറഞ്ഞിട്ടുണ്ട്, ജോലി വരെ പറഞ്ഞിട്ടുണ്ട്, വിശ്വാസ സംബന്ധമായുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ എണ്ണി പറഞ്ഞിട്ടുണ്ട്. സമ്പത്ത് ഉള്ള ആളാകുക, സമ്പത്ത് കുറഞ്ഞ ആളാകുക, അങ്ങനൊരു വിഷയം എണ്ണിയിട്ടേ ഇല്ല. എന്തുകൊണ്ട്? സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലിഅന്നൽ മാല ളില്ലുൻ സാഇൽ. സമ്പത്ത് എന്ന് പറയുന്നത് നീങ്ങിപ്പോകുന്ന ഒരു നിഴലാണ്. ഇന്നൊരാളെ കയ്യിലാണ്, നാളെ മറ്റൊരാളെ കയ്യിലാണ്. അതിന് ഉറച്ച നിലപാടില്ല. ഇന്നലെ വരെ പണക്കാരനായ മനുഷ്യൻ ഒരു പക്ഷേ നാളെ ഫക്കീറായേക്കും. ഇന്നലെ വരെ ഫക്കീറായ ആള് നാളെ പണക്കാരനായി മാറിയേക്കും. ഒരു 10 വർഷം മുമ്പ് നമ്മൾ ഫക്കീറായി കണ്ട പലരും ഇപ്പോ കോടിപതികളാണ്, വലിയ വലിയ സമ്പന്നരാണ്. കേടൊന്നുമല്ല, അത് ബുദ്ധിമുട്ടൊന്നുമല്ല. പക്ഷേ അതൊരു പ്രത്യേക കാര്യമായി പരിഗണിക്കേണ്ട, ഒരു മാഹാത്മ്യമായി പരിഗണിക്കേണ്ട ഒരു വിഷയം അല്ല. എന്തിനാണ് സമ്പത്ത് സമ്പാദിക്കുന്നത്? ആദ്യം അതാണ് മനസ്സിലാക്കേണ്ടത്. സമ്പത്ത് എന്തിന് നാം സമ്പാദിക്കുന്നു? ദുനിയാവും ആഖിറവും രക്ഷപ്പെടുത്താൻ വേണ്ടി. 2 ലോകവും രക്ഷപ്പെട്ടു കിട്ടണം. അതിനാണ് സമ്പത്ത് സമ്പാദിക്കുന്നത്.
എങ്കിൽ രണ്ട് ലോകവും രക്ഷപ്പെട്ട് കിട്ടാനാണ് സമ്പത്ത് സമ്പാദിക്കുന്നത് എങ്കിൽ നല്ല സമ്പത്ത് സമ്പാദിക്കണം. ദുനിയാവും ആഖിറവും രക്ഷപ്പെടുന്ന തരത്തിലുള്ള സമ്പത്ത് സമ്പാദിക്കണം. രണ്ട് ലോകവും രക്ഷപ്പെടുത്തുന്ന സമ്പത്ത് ഹലാലായ രീതിയിലുള്ള സമ്പാദ്യമാണ്. ഹലാലായ രീതിയിലുള്ള സമ്പാദ്യം അതിന് ഒരു കേടും ഇല്ല. അതെത്ര കുറച്ചാണെങ്കിലും വലിയ ബറക്കത്ത് അല്ലാഹു തആല അതിൽ നൽകും, വലിയ സ്വീകാര്യതയും നൽകും. അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു, മൻ തസദ്ദഖ ബിഅദ്ലി തംറത്തിൻ മിൻ കസ്ബിൻ ത്വയ്യിബിൻ, ഒരു കാരക്കയോട് സമാനമായത് ഒരാൾ ദാനം ചെയ്താൽ, ചെറിയ ഒരു സംഖ്യ എന്നർത്ഥം, ഒരു തമ്രത്തിനോട് ഒരു കാരക്കയോട് സമാനമായത് ഒരാൾ ദാനം ചെയ്താൽ, ചെയ്യുന്നത് മിൻ കസ്ബിൻ ത്വയ്യിബിൻ, പരിശുദ്ധമായ വേതനത്തിൽ നിന്ന്, ഹലാലായ സമ്പാദ്യത്തിൽ നിന്ന്. ധനസമ്പാദനം പറയുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല വിലക്കിയ മാർഗങ്ങളിലൂടെ സമ്പാദ്യം ഉണ്ടാക്കുന്നവർ ധാരാളം ഉണ്ട്. ഒരുപാട് ആൾക്കാരുണ്ട്, ഒരുപാട് വകുപ്പുണ്ട്. കുറച്ചൊന്നുമല്ല, കുറെ വകുപ്പുണ്ട്. പക്ഷേ മുസ്ലിം സഹോദരന്മാരെ, സഹോദരിമാരെ, ആ വകുപ്പൊന്നും നമ്മെ രക്ഷപ്പെടുത്തുന്ന കാര്യമല്ല. ദുനിയാവിലും നമ്മെ കൊടുക്കും, ആഖിറത്തിൽ നമ്മെ അതിനേക്കാളേറെ കൊടുക്കും. നല്ല രൂപത്തിലുള്ള സമ്പത്താണെങ്കിൽ ആ സമ്പത്ത് കൊണ്ട് വലിയ സഹായം കിട്ടും. ദുനിയാവിലും സഹായം കിട്ടും, ദുനിയാവിലും ബർക്കത്ത് കിട്ടും, ആഖിറത്തിലും നല്ല സഹായം കിട്ടും. നല്ല സമ്പാദ്യത്തിൽ നിന്ന് ഒരൊറ്റ കാരക്കയോട് സമാനമായത് ഒരാൾ ദാനം ചെയ്താൽ, അത് പറയുന്നതിന്റെ ഇടക്ക് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലാ യഖ്ബലുല്ലാഹു ഇല്ല ത്വയ്യിബ്, അല്ലാഹു തആല പരിശുദ്ധമായതല്ലാതെ സ്വീകരിക്കുകയില്ല. ഹലാലായ മാർഗത്തിലൂടെ സമ്പാദിച്ച സമ്പാദ്യത്തിൽ നിന്നുള്ള ദാനമല്ലാതെ അല്ലാഹു സ്വീകരിക്കുകയില്ല. കുടുംബം പോറ്റാനാണെങ്കിലും, രോഗിയെ ചികിത്സിക്കാനാണെങ്കിലും, നേർച്ചയും സംഭാവനയും നൽകാനാണെങ്കിലും, വലാ യഖ്ബലുല്ലാഹു ഇല്ല ത്വയ്യിബ്, ഹലാലായതല്ലാതെ അല്ലാഹു സ്വീകരിക്കുകയില്ല. ഫഇന്നല്ലാഹ യതഖബ്ബലുഹാ ബിയമീനിഹി, പൂർണ്ണാർത്ഥത്തിൽ അല്ലാഹു തആല ഹലാലായ സ്വതഖ സ്വീകരിക്കും. ഒരു കാരക്കയോട് സമാനമായ തീർത്തും ഹലാലായ സമ്പാദ്യത്തിൽ നിന്നൊരാൾ കൊടുക്കുന്ന ധർമ്മം ഒരൊറ്റ കാരക്കയോട് സമാനമായതാണ് കൊടുത്തത് എങ്കിലും അല്ലാഹു അത് സ്വീകരിക്കും. സുമ്മ യുറബ്ബീഹാ ലിസ്വാഹിബിഹാ, പിന്നെ ഒരൊറ്റ കാരക്കയോട് സമാനമായ ചെറിയ ദാനമില്ലേ, കൊടുത്ത ആൾക്ക് ആ ദാനം അല്ലാഹു അങ്ങനെ വികസിപ്പിക്കും, അല്ലാഹു അങ്ങനെ വളർത്തും. കമാ യുറബ്ബി അഹദുക്കും ഫുലുവഹു, നിങ്ങളിൽ ഒരാൾ അവന്റെ പശുക്കുട്ടിയെ അല്ലെങ്കിൽ കുതിരക്കുട്ടിയെ അല്ലെങ്കിൽ ആട്ടിൻകുട്ടിയെ, ചെറിയ കുട്ടിയെ വളർത്തി വലുതാക്കുന്നത് പോലെ ഈ ഒരൊറ്റ കാരക്കയോട് സമാനമായ സ്വതഖ അല്ലാഹു തആല അങ്ങനെ വളർത്തി വളർത്തി വികസിപ്പിക്കും. എത്രത്തോളമെന്നറിയുമോ? ഹത്താ തകൂന മിസ്ലൽ ജബലി, പർവ്വത സമാനമാകുന്നത് വരെ. പക്ഷേ ഒരൊറ്റ കണ്ടീഷൻ ഉണ്ടത് മറക്കരുത്, കൊടുക്കുന്ന സ്വതഖ തീർത്തും ഹലാലായ വേതനത്തിൽ നിന്നാകണം, ഹലാലായ സമ്പാദ്യത്തിൽ നിന്നാകണം. അതേ അല്ലാഹു സ്വീകരിക്കുകയുള്ളൂ, അതേ അല്ലാഹു വളർത്തുകയുള്ളൂ, അതേ അല്ലാഹു വികസിപ്പിക്കുകയുള്ളൂ. സഹോദരങ്ങളെ, ഒരു മനുഷ്യൻ, ഒരു സാധാരണ മനുഷ്യൻ
അയാളെ പറമ്പില്, അയാളെ തോട്ടത്തില് ഒരു കൃഷി ചെയ്യുന്നു, ഒരു വാഴ കൃഷി നടത്തുന്നു, അല്ലെങ്കിൽ ഒരു ഇഞ്ചി കൃഷി നടത്തുന്നു, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കൃഷി. അദ്ദേഹം സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് നേരെ കൃഷിയിടത്തിലേക്ക് ഇറങ്ങും. അങ്ങനെ പണിയൊക്കെ സജീവമായി നടത്തിയിട്ട് പിന്നെ ഉച്ചയോടടുത്തയാൾ കയറി വരും. ഒന്ന് കുളിച്ച് ഫ്രഷായി ദുഹർ നിസ്കരിച്ച് ഭക്ഷണം കഴിച്ച് നല്ലോണം മയങ്ങി വിശ്രമിക്കും. പിന്നെയും ഒന്ന് എഴുന്നേറ്റ് അദ്ദേഹം അസ്ർ നിസ്കരിക്കും. അസ്ർ നിസ്കാരം കഴിഞ്ഞ് വീണ്ടും തോട്ടത്തിൽ പോയി ഒന്നുകൂടി നനക്കും. അങ്ങനെ രാവിലെയും വൈകുന്നേരവും കൃഷി ശ്രദ്ധിച്ചുകൊണ്ട് 5 മാസമോ 6 മാസമോ 1 വർഷക്കാലമോ നല്ലോണം അധ്വാനിച്ച് പണിയെടുത്ത് പൂർണ്ണമായും ഹലാലായ രൂപത്തിൽ ഉണ്ടാക്കുന്ന സമ്പാദ്യമില്ലേ, അതിൽ നിന്നയാൾ ചെലവ് ചെയ്യുന്നത് ഒരൊറ്റ രൂപയാണെങ്കിലും ആ പരിശുദ്ധമായ സമ്പാദ്യത്തിൽ നിന്നുള്ള 1 രൂപയുടെ സ്വതക്ക വളർത്തി വികസിപ്പിച്ച് 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 ഹത്താ തകൂന മിസ്ലൽ ജബലി, പർവ്വതത്തിന്റെ ഉയരം പോലെ. നിങ്ങൾ നോക്കി, ഏത് പർവ്വതം എന്ന് പറഞ്ഞിട്ടില്ല. എവറസ്റ്റ് കൊടുമുടി കണ്ടിട്ടില്ലേ? ഉയരമുള്ള പർവ്വതങ്ങൾ കണ്ടിട്ടില്ലേ? അങ്ങനെ കൊടുത്ത ഹലാലായതിൽ നിന്ന് കൊടുത്ത സ്വതക്ക പാരത്രിക ലോകത്ത് എത്തുമ്പോ മല പോലെ നിറഞ്ഞു നിൽക്കുന്ന അമലായി മുന്നിൽ വരും. അതേ സമയത്ത് അള്ളാഹു ഇഷ്ടപ്പെടാത്ത രൂപത്തിലുള്ള സമ്പാദ്യത്തിൽ നിന്ന് കോടിക്കണക്കിന് കൊടുത്താലും കുറെ ആളുകൾക്ക് രക്ഷ കിട്ടിയാലും അള്ളാഹു അത് സ്വീകരിക്കൂല. സമ്പാദ്യം ഹലാലായ മാർഗത്തിൽ നിന്നാകണം. മാന്യ മുസ്ലിം സഹോദരീ സഹോദരന്മാരോട് ഞാൻ പറയട്ടെ, മിക്ക ആളുകളുടെയും സമ്പാദ്യത്തിൽ ഇന്ന് ഏറ്റവും പ്രശ്നകലുഷിതമായ ഒരു വിഷയം പലിശയാണ്. പറയാതെ പറ്റില്ല, അതിനല്ലേ നല്ല വിഷയം തന്നത്. പറയാതെ പറ്റില്ല. പലിശക്ക് കൊടുക്കുന്നവരാണോ പലിശക്ക് വാങ്ങുന്നവരാണോ? പാരത്രിക ലോകത്തേക്ക് എത്തുന്ന സമയത്ത് ആദ്യം നിങ്ങളെപ്പറ്റി ജനങ്ങൾ തിരിച്ചറിയും. എങ്ങനെയെന്നറിയോ? പലിശക്ക് കൊടുക്കുന്നവൻ, പലിശക്ക് വാങ്ങുന്നവൻ പരലോകത്തേക്ക് ഖബറിൽ നിന്ന് എണീറ്റ് വരുമ്പോ 2 കണ്ണിനും അവന് കാഴ്ചയില്ല. എന്റെ വക ഞാൻ പറഞ്ഞതല്ല, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരലോകത്തേക്ക് മുസ്ലിങ്ങൾ ഖബറിൽ നിന്ന് എണീറ്റ് വരുന്നതിന്റെ രംഗം വിശദീകരിച്ച് 2 കണ്ണിൽ നിന്നും കണ്ണീരൊഴുക്കിക്കൊണ്ട് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു ഒരു ആയത്തിന്റെ തഫ്സീർ ചോദിച്ചപ്പോ വയൗമ യുൻഫഖു ഫിസ്സൂരി ഫതഅതൂന അഫ്വാജാ, സൂറിൽ ഊതപ്പെടുന്ന ദിനം സംഘം സംഘമായി നിങ്ങൾ എഴുന്നേറ്റ് വരുമെന്ന ആയത്തിന്റെ തഫ്സീർ ചോദിച്ചപ്പോ മുആദേ ലഖദ് സഅൽതാൻ അംദിൻ അദീം, ചെറിയൊരു വിഷയമല്ല നിങ്ങൾ ചോദിച്ചത്, വലിയ ഒരു സംഗതിയെ പറ്റിയാ ചോദിച്ചത് എന്ന് പറഞ്ഞിട്ട് പിന്നെ കുറച്ചു നേരം കഴിഞ്ഞ് മുആദ് റളിയല്ലാഹു അൻഹു നോക്കുമ്പോ സുമ്മ അർസല ഐനൈഹി ബാക്കിയാ, 2 കണ്ണിൽ നിന്നും കണ്ണീരിങ്ങനെ ഒഴുക്കിയിട്ട് പറഞ്ഞു, എന്റെ ഉമ്മത്തിൽപ്പെട്ട മുസ്ലിങ്ങളിൽപ്പെട്ട 10 വിഭാഗം ആളുകളെ ഖബറിൽ നിന്ന് അല്ലാഹു കൊണ്ടുവരുന്നതിനെ പറ്റിയാണ് ആയത്തിൽ പഠിപ്പിക്കുന്നത്. അവരുടെ രൂപം അല്ലാഹു മാറ്റിയിട്ടുണ്ട്, അവരുടെ ഭാഗം അല്ലാഹു ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ 10 എണ്ണവും കൂടി ഞാൻ ഇവിടെ വിശദീകരിച്ചാൽ എന്റെ വിഷയം എങ്ങോട്ടും പോകാൻ കഴിയൂല. അതിൽ ഒന്ന് 2 കണ്ണിനും കാഴ്ചയില്ലാത്തവരാണ്. ആരാണ് നബിയെ 2 കണ്ണിനും കാഴ്ചയില്ലാത്തവര്? ഫാക്കലത്തുർ റിബാ, പലിശ തിന്നുന്നവരാണ്. ഒരു 2 സ്ഥലം നീ വിൽപ്പന നടത്തി, നിനക്ക് കച്ചവടത്തിന്റെ ലാഭമായി കിട്ടി, നല്ല രൂപത്തിലുള്ള സംഖ്യയാണ് കിട്ടിയത്. പക്ഷേ അത് 4 ലക്ഷമുണ്ട്. 4 ലക്ഷം നിന്റെ കയ്യിൽ ഇങ്ങനെ കണ്ടപ്പോ നിനക്കൊരു തോന്നല്, ഇത് വികസിപ്പിക്കണം, ഹലാലായ പല മാർഗങ്ങളും വികസിപ്പിക്കാനുണ്ട്. പക്ഷേ നിന്റെ മനസ്സിൽ പെട്ടെന്ന് ഓടി വന്നത്
കൊടുക്കുന്നത്. ആരും അറിയാതെ ആരും കാണാതെ വികസനം കിട്ടണം, വർഷാവർഷം അതിങ്ങനെ കൂടിക്കിട്ടണം. നീ അത് കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്തു, ഓരോ വർഷവും അതിന്റെ മിച്ചം നീ വാങ്ങി. അതാണ് നീ തിന്നാൻ കൊടുക്കുന്നത്, അതാണ് നീ മക്കൾക്ക് ചെലവിന് കൊടുക്കുന്നത്, അതാണ് നീ ധർമ്മം കൊടുക്കുന്നത്. അതുകൊണ്ടാ നിന്റെ ഫർള് കിഫായ വീട്ടുന്നത്, അതുകൊണ്ടാ നിന്റെ ഫർള് ഐന് വീട്ടുന്നത്. ഒന്നും അല്ലാഹ് സ്വീകരിക്കൂല. നീ കൊടുക്കുന്നത് എത്ര ലക്ഷമാണെങ്കിലും, എത്ര ആയിരങ്ങളാണെങ്കിലും, എത്ര പതിനായിരങ്ങളാണെങ്കിലും, എത്ര പേർക്ക് അതുകൊണ്ട് ആശ്വാസം കിട്ടിയാലും അല്ലാഹു സ്വീകരിക്കൂല. എന്തേ കാരണം? ഇന്നല്ലാഹ ലാ യഖ്ബലു ഇല്ല ത്വയ്യിബ. ഹലാലായ ധനമല്ലാതെ അല്ലാഹു സ്വീകരിക്കൂല. വുളൂ ഇല്ലാത്ത നിസ്കാരം സ്വീകരിക്കുമോ സഹോദരങ്ങളെ? ഇമാം തുർമുദി തങ്ങൾ അവിടുത്തെ ജാമിയിൽ കൊണ്ടുവന്ന ഒന്നാമത്തെ ഹദീസ് എന്താണ്? ലാ തുഖ്ബലു സ്വലാത്തുൻ ബിഗൈരി തുഹൂരിൻ. വുളൂ ഇല്ലാതെ നിസ്കാരം സ്വീകരിക്കുമോ? തയമ്മും ഇല്ലാതെ നിസ്കാരം സ്വീകരിക്കുമോ? ഇല്ലല്ലോ. ശുദ്ധിയില്ലാതെ സ്വീകരിക്കപ്പെടൂലല്ലോ. ശുദ്ധീകരിക്കാൻ വുളൂഇന്റെ മാർഗവും ഒരാൾക്കില്ല, തയമ്മുമിന്റെ മാർഗവും ഒരാൾക്കില്ല. സമയത്തെ മാനിച്ചുകൊണ്ട് അയാൾ നിസ്കരിച്ചു എന്ന് കൂട്ടിക്കോളൂ, അതൊരു ബാധ്യത നിർവഹിക്കാനാണ്. അതുകൊണ്ട് കാര്യം നേടൂല. പിന്നീട് ആ നിസ്കാരം മടക്കണം. പിന്നീട് കഴിവെത്തുമ്പോൾ തിരുത്തണം. എന്തേ കാരണം? ആ നിസ്കാരത്തിന് പോരായ്മയുള്ളത് കൊണ്ടാണ്. വുളൂ എടുക്കാനുള്ള സൗകര്യവും കിട്ടിയില്ല, തയമ്മും ചെയ്യാനുള്ള സൗകര്യവും കിട്ടിയില്ല. അങ്ങനത്തെ ഒരു രൂപത്തിലാണ് ഒരാൾ മുന്നോട്ട് പോകുന്നത്. നിസ്കരിക്കേണ്ട സമയവുമായി. അങ്ങനെ വരൂലേ? അങ്ങനെ വരും. ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാൻ വുളൂ എടുക്കാൻ വെള്ളമില്ല, വെള്ളം തീർന്നുപോയി എന്ന് പറഞ്ഞു. പിന്നെ മൂത്രയിച്ചിട്ട് ഒപ്പിയെടുക്കാൻ അവിടെ കടലാസുണ്ട്, പേപ്പറുണ്ട്, ചുരുട്ടി വെച്ച പേപ്പർ. ആ പേപ്പർ കൊണ്ട് വൃത്തിയാക്കേണ്ടതുപോലെ വൃത്തിയാക്കിയാലും വൃത്തിയാകുമല്ലോ. വൃത്തിയാക്കേണ്ടതുപോലെ വൃത്തിയാവും. എങ്ങനെങ്കിലും വൃത്തിയാക്കിയാലല്ല, വൃത്തിയാക്കേണ്ടത് പേപ്പറും നജസ് വലിച്ചെടുക്കുന്ന സാധനം തന്നെയാണ് അല്ലേ? പേപ്പർ കൊണ്ട് നമ്മളിങ്ങനെ വെള്ളം തോർത്താറില്ലേ? നജസ് വലിച്ചെടുക്കുന്ന സാധനം തന്നെയാണ് പേപ്പറും. അപ്പൊ ആ പേപ്പർ കൊണ്ട് ശുദ്ധീകരിച്ചാൽ ശുദ്ധിയാവുകയും ചെയ്യും, കുഴപ്പമൊന്നുമില്ല. പക്ഷെ പേപ്പർ കൊണ്ട് ഉതുകൊടുക്കാൻ കഴിയോ? വേറെ മാർഗല്ല അവിടെ. നിസ്കരിക്കണം. ഇയാൾക്ക് നിസ്കാരത്തിന്റെ സമയമായി. ഖിബില എങ്ങോട്ടാൻ തിരിഞ്ഞില്ലെങ്കിലും സമയം മാനിച്ചുകൊണ്ട് നിസ്കരിക്കണം, നിർബന്ധമാണ്. ഉതുകൊടുക്കാൻ സൗകര്യമില്ല, തയമ്മും ചെയ്യാനും സൗകര്യമില്ല. മനസ്സിലായില്ലേ? അങ്ങനത്തെ ഒരു സമയം നിസ്കരിക്കണം. സമയത്തെ മാനിച്ച് നിസ്കരിക്കൽ ഫർള് ഐനാണ്. സ്ഥലം ഇറങ്ങിയിട്ട് അങ്ങോട്ട് ശരിക്കൊക്കെ ഉദു കൊടുത്ത് മട്ടം പോലെ നിസ്കരിച്ചാ പോരെ? നീ കുറ്റക്കാരനായി. എന്തുകൊണ്ട് സമയത്ത് നിസ്കരിച്ചില്ല എന്നൊരു ചോദ്യം നിന്നോടുണ്ട്. നിസ്കരിച്ചുകൂടാനില്ലേ? നിസ്കരിച്ചുകൂടായിരുന്നില്ലേ? എന്തുകൊണ്ട് ആ സമയത്ത് നിസ്കരിച്ചില്ല? നിസ്കരിക്കാനുള്ള ബുദ്ധിയുണ്ട്, സൗകര്യമില്ലേ? സൗകര്യമുള്ള പോലെ നിസ്കരിക്കണം. ഇരുന്നിട്ടാണോ നിസ്കരിക്കാൻ സൗകര്യമുള്ളത്? ഇരുന്നിട്ട് നിസ്കരിക്കണം. പിന്നെന്തിനാണ് നിസ്കാരം? നിന്റെ നിസ്കാരം നീ ഒഴിവാക്കി എന്ന കുറ്റം വരാതെ കടമ നിർവഹിച്ചു, ബാധ്യത നിർവഹിച്ചു, സമയത്തിന്റെ ബഹുമാനം മാനിച്ച് സംഗതി അവൻ ചെയ്തിട്ടുണ്ട് എന്ന നിലക്ക്. അതൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയിട്ട് നീ നിസ്കരിക്കുമ്പോ നിസ്കാരം പിന്തിച്ചതിനുള്ള ഒരു കുറ്റം നിനക്ക്. അത് ചെറിയ കുറ്റമല്ല, വൻ കുറ്റമാണ്, വൻ ദോഷമാണ്. കള്ളു കുടിക്കും പോലെ, വ്യഭിചരിക്കും പോലെ, മാതാപിതാക്കളെ വെറുപ്പിക്കും പോലെ, പലിശ ഭക്ഷിക്കും പോലെ തുടങ്ങിയുള്ള എന്തെല്ലാം വൻദോഷങ്ങളുണ്ടോ, കൂട്ടത്തിൽ ഒരു വൻദോഷമാണ് കാരണമില്ലാതെ നിസ്കാരം സമയത്ത് തൊട്ട് പിന്തിക്കുക എന്ന് പറയും. നമ്മളെ ചൂട്ടി കാരണം പറ്റൂല, ദീന് പഠിപ്പിക്കുന്ന കാരണം. പിന്തിച്ചാൽ കുറ്റമില്ലാത്ത കാരണം ദീനിലുണ്ട്. നിസ്കരിച്ചാൽ മതി, അല്ലാഹു തആല ശിക്ഷിക്കൂല. അത് രണ്ടേ രണ്ടുള്ളൂ. ഒന്ന്, നീ അനിയന്ത്രിതമായ ഉറക്കം ഉറങ്ങിപ്പോയി. എന്നും സുബൈക്ക് നീക്കുന്ന ആളാണ്, ഒരു ദിവസം എന്താണെന്നറിയില്ല ക്ഷീണം കൂടിപ്പോയി, അല്ലെങ്കിൽ സുഖം കൂടിപ്പോയി, രണ്ടും പറയാം. കുടുംബക്കാരെ വന്ന് വിളിച്ചിരുന്നു, ഭാര്യ വന്ന് വിളിച്ചിരുന്നു, ബാങ്ക് കൊടുത്ത് നിങ്ങൾ എണീക്കുന്നില്ലേ? അപ്പം എണീറ്റ് കട്ടിൽമേലങ്ങ് ഇരുന്നപ്പോ ഭാര്യ വിചാരിച്ച് എണീറ്റുണ്ടാവും. മുപ്പത്തിര് ചായ കാച്ചാൻ അങ്ങോട്ട് പോയി ഉദു കൊടുത്ത് നിസ്കരിക്കൊക്കെ വേണ്ട, അവർക്കും വേണ്ട നിസ്കരിക്കാൻ. പിന്നെ കുറച്ച് കഴിഞ്ഞ ആള് പള്ളിയിൽ പോയി എന്ന് കരുതി, സാധാരണ പള്ളിയിൽ പോകലുണ്ട്. പിന്നെ കൂർക്കമ്പലി കേട്ടപ്പോ, ഇവിടെ കൂർക്കമ്പലി തന്നെയല്ലേ പറയാ, കൂർക്കമ്പലി കേട്ടപ്പോ വന്ന് നോക്കുമ്പോ മുപ്പര് നിസ്കരിക്കാൻ പോയിട്ടില്ലേ? പിന്നെ അല്ല, നിങ്ങൾ നിസ്കരിച്ചിട്ടില്ലേ? അപ്പൊ എണീറ്റ് ബാങ്ക് കൊടുത്തോന്ന് വെച്ച്
അപ്പൊ ഉറക്ക് കൂടുതലായിട്ട് ഇങ്ങനെ ഓവറായി വന്നിട്ട് അങ്ങനെ കണ്ണു തുറക്കാതെ പിന്നെ അങ്ങോട്ട് ബെഡിലേക്ക് തന്നെ പിന്നെയും ചാഞ്ഞു പോയതാണ്. നിസ്കരിച്ചാ മതി. അനിയന്ത്രിതമായ ഉറക്കമാണ്, അല്ലാഹു തആല ശിക്ഷിക്കൂല. എന്നും 7-8 മണിക്ക് എണീറ്റ് പല്ലേറ്റ് ജോലിക്ക് പോകാൻ സമയത്ത് കുമ്പിടുന്ന ആളെ പറ്റിയല്ല കേട്ടോ പറയുന്നത്. ഇങ്ങനെ സംഭവിച്ചു പോയി. എന്നും നിസ്കരിക്കാൻ പോകുന്ന ആളാ, ജമാഅത്തിലൊക്കെ പോകുന്ന ആളാ, അതായി നിസ്കരിക്കുന്ന ആളാണ്. അങ്ങനെ ഉറക്കം അങ്ങനെ വന്നിട്ട് അങ്ങനെ ആയിപ്പോയി. ഖളാ കൂട്ടിയാൽ മതി, അല്ലാഹു തആല ശിക്ഷിക്കൂല. മറ്റൊന്ന്, എന്തോ ഒരു വിഷയത്തിൽ ഇയാളെ മനസ്സിൽ ടെൻഷൻ കുടുങ്ങിയിട്ട് അയാൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചിന്തിച്ചിട്ട് നിസ്കാരം മറന്നുപോയി. പിന്നെയാണ് പഠിച്ചോനെ ഞാൻ നിസ്കരിച്ചിട്ടില്ല, ഞാനിപ്പോ എന്താ ചെയ്തത്, മറന്നുപോയതാണ്. നിസ്കാരം നിസ്കരിച്ചാൽ മതി, അല്ലാഹു തആല ശിക്ഷിക്കൂല. ഇത് ശറഅ് പഠിപ്പിച്ച കാരണമാണ്. നമ്മളെ ജോലിയും നമ്മളെ യാത്രയും നമ്മളെ കല്യാണം നമ്മളെ സൽക്കാരം ഇതൊന്നും കാരണമല്ല. നമ്മളെ പഠനവും നമ്മളെ അധ്യാപനവും ഇതൊന്നും കാരണമല്ല. അതൊക്കെ കുറ്റം കിട്ടുന്ന സംഗതിയാണ്. നിസ്കാരം പിന്തിക്കുന്നത് ചെറിയ കുറ്റമല്ല, വൻകുറ്റമാണ്, വൻദോഷമാണ്. സഹോദരങ്ങളെ, ത്വഹൂറില്ലാതെ, ശുദ്ധിയില്ലാത്ത രൂപത്തിൽ നിസ്കാരം സ്വീകരിക്കപ്പെടൂല എന്ന് പറഞ്ഞതുപോലെ തന്നെ ഉടനെ ചേർത്തി പറഞ്ഞു, വലാ സ്വദഖത്തുൻ മിൻ ഗുലൂൽ, അവിഹിത മാർഗത്തിലൂടെയുള്ള സമ്പാദ്യത്തിൽ നിന്നുള്ള ദാനവും ധർമ്മവും അല്ലാഹു സ്വീകരിക്കൂല. പലിശ വാങ്ങുന്നവരും കൊടുക്കുന്നവരുമാകരുത്. എത്ര ബുദ്ധിമുട്ടുണ്ടായാലും ആ മാർഗം സ്വീകരിക്കരുത്. ഏതെങ്കിലും ആളുകൾ ഒരുപക്ഷെ ഉപായമോ മറ്റോ പറഞ്ഞു തന്നോന്ന് കരുതിയിട്ട് നമ്മൾ നന്നായി വിഷയങ്ങൾ പഠിക്കണം, ബോധ്യമാകണം. അയാൾ പറഞ്ഞല്ലോ കുഴപ്പമില്ലാന്ന്, ഞാൻ ആ മാർഗം സ്വീകരിക്കാന്ന് കരുതി അങ്ങ് പോകരുത്. സുബ്ഹാനല്ലാഹ്, ഇപ്പോ ഏതൊക്കെയോ ചില ആളുകൾ എന്തിന്റെ പേരിലാണ് എനിക്കറിയില്ല, ചില ആളുകൾ ലോണൊക്കെ ഹലാലാക്കി വന്നിട്ട് അത് ലോണാണ്, പലിശ എന്നല്ല. സഹോദരങ്ങളെ, പേരൊന്ന് മാറ്റി എഴുതിയാൽ സംഗതി മാറുമോ? പഞ്ചസാര ചാക്കിന്റെ മുകളിൽ ഉപ്പ് നെയ്തി വെച്ചാൽ ഉറുമ്പ് വരാതിരിക്കുമോ? ഇല്ലല്ലോ സഹോദരങ്ങളെ. പേരൊന്ന് ഇംഗ്ലീഷിലേക്കൊന്ന് മാറി എന്ന് കരുതിയിട്ട് സംഗതി മാറൂല. പലിശയല്ലേ? സത്യത്തിൽ പലിശയാണ്. കൊടുത്തിട്ട് മിച്ചം വാങ്ങുന്നു കുറെ ആളുകള്, കടം വാങ്ങിയിട്ട് ഏറെങ്ങനെ അടച്ചു ബുദ്ധിമുട്ടാകുന്നു വേറെ കുറെ ആളുകള്. ഞാൻ പറയട്ടെ, വ്യക്തികളിൽ നിന്നൊരാൾ കടം വാങ്ങിയിട്ട്, പരിശുദ്ധ ഇസ്ലാം പറഞ്ഞില്ലേ, വ്യക്തികളിൽ നിന്നൊരാൾ കടം വാങ്ങുമ്പോ അതേ നിയമം തന്നെയാണ് ബാങ്കിനും. കടം കൊടുക്കുന്ന ആള് വാങ്ങുന്ന ആളോട് ഷർത്ത് വെച്ചു. എന്താണ് ഷർത്ത്? ഞാൻ നിനക്ക് 10,000 രൂപ കടം തരാം, കുഴപ്പമൊന്നുമില്ല. 2 വർഷം കഴിഞ്ഞിട്ട് നീ എനിക്ക് തിരിച്ചു തന്നാൽ മതി. പക്ഷേ തിരിച്ചു തരുമ്പോ 10,000 തന്നാ പോരാ, 15,000 തരണം, അല്ലെങ്കിൽ 11,000 തരണം. 1,000 നീ എനിക്ക് കൂട്ടിത്തരണം. 2 വർഷം ഞാൻ നിനക്ക് തന്ന് സഹായിച്ചില്ലേ? ആ കടം കൊടുക്കുന്നതും അത് വാങ്ങുന്നതും തെറ്റാണ്. എന്തേ കാരണം? ഈ ഷർത്ത്, ഈ നിബന്ധന, ഇതിനാണ് കുഴപ്പമുണ്ടായത്. 10,000 അയാൾ കടം വാങ്ങിയിട്ട് 10,000 തന്നെ 2 വർഷം കഴിഞ്ഞ് 10 വർഷം കഴിഞ്ഞിട്ട് കൊടുത്താലും കടം കൊടുത്ത ആൾക്ക് സ്വതക്ക കൊടുത്തതിനേക്കാളും ഏറെ കൂലിയാണ്. വാങ്ങിയ ആള് തിരിച്ചു വീട്ടുമ്പോൾ അയാൾക്കും കൂലിയാണ്. ഒരു കുഴപ്പമില്ല. അതേ സമയത്ത് 1,000 രൂപ, അത് ഉദാഹരണം പറഞ്ഞതാണ്, ഒരൊറ്റ രൂപയാണ് ഏറെ പറഞ്ഞത്. ഒരു 1000-നും ഓരോ 100-നും 1 രൂപ ഏറെ തരണം, അല്ലെങ്കിൽ ഓരോ 1000-നും ഒരു 10 രൂപ ഏറെ തരണം. ഈ കണ്ടീഷനിലാണ് വിഷയം പറഞ്ഞത്. ഇതൊരു ഉദാഹരണമാണ്. അല്ലെങ്കിൽ ഞാൻ നിനക്ക് കടം തരാൻ കുഴപ്പമൊന്നുമില്ല, പക്ഷെ ആ 2 കൊല്ലം ഉപയോഗിക്കാൻ നിന്റെ ബൈക്ക് എനിക്ക് തരണം, നിന്റെ കാർ എനിക്ക് തരണം. സംഗതി ആ ഷർത്തും ഇതേ രൂപത്തിലാണ്, പലിശ തന്നെയാണ്. സുബ്ഹാന മൻ ജല്ല ജലാലുഹു. ഈ ഒരു ഷർത്തും ഈ ഒരു കണ്ടീഷനും, ഈ രൂപത്തിലുള്ള കണ്ടീഷനും ഷർത്തും വെച്ചിട്ടുള്ള ബാധ്യതയും ഇത് ബാധ്യതകളല്ലേ? അതേ സമ്പത്ത് കൊടുക്കുന്നതും വാങ്ങുന്നതുമുള്ള രൂപമല്ലേ? അതിനല്ലേ മറ്റൊരു കണക്കിന് ലോൺ എന്ന് പറയുന്നത്. കൊടുത്തതല്ലല്ലോ തിരിച്ചു കൊടുക്കേണ്ടത്, വാങ്ങിയതല്ലല്ലോ തിരിച്ചു വീട്ടേണ്ടത്. അങ്ങനെയല്ലല്ലോ ഇടപാട് നടക്കുന്നത്. അത് ശരിക്ക് ചിന്തിക്കണം, ആലോചിക്കണം. ഒരു
ഉപകാരം വലിച്ചു കൊണ്ടുവരുന്ന രീതിയിൽ ഒരു കടമിടപാട് നടത്തുന്നതിനെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കുല്ലു ഖർളിൻ ജറ മൻഫഅതൻ ഫഹുവ റിബാ. കുല്ലു ഖർളിൻ എല്ലാ കടവും, ജറ മൻഫഅതൻ ഉപകാരം വലിച്ചു കൊണ്ടുവരുന്ന എല്ലാ കടവും, ഫഹുവ റിബാ അതിന്റെ പേര് റിബ എന്നാണ്. നിങ്ങൾക്ക് ഞാൻ ഒരു 50 ലക്ഷം കടം തരാം. ഒരാൾ പറയാണ് കുഴപ്പമൊന്നുമില്ല, പക്ഷേ 50 ലക്ഷം നിങ്ങൾ വീട്ടുന്നത് വരെ നിങ്ങൾ ആ കാസർകോട്ടങ്ങാടിയിലെ ഒരു വീടില്ലേ, ആ വീട് എനിക്ക് താമസിക്കാൻ വിട്ടുതരണം. കാസർകോട്ടങ്ങാടിയിൽ ഒരു റൂമില്ലേ, ആ റൂം എനിക്ക് ചില്ലറ ഇടപാടിന് വേണ്ടി വിട്ടുതരണം, വാടക ഒന്നും തരൂല. സുബ്ഹാനല്ലാഹ്, 50 ലക്ഷം വാങ്ങിയതിന്റെ മറവില് സ്വീകരിക്കുന്ന ഈ ഉപകാരം ഫഹുവ റിബാ, അത് പലിശയാകുന്നു. ഈ ഒരൊറ്റ ഹദീസ് മനസ്സിലാക്കിയത് കൊണ്ടല്ലേ ഇമാമുൽ ആലം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു ഒരാൾക്ക് കടം കൊടുത്തിരുന്നു, കാശ് കടം കൊടുത്തിരുന്നു. കൊടുത്ത ആളിൽ നിന്ന് കാശ് വാങ്ങാൻ വേണ്ടി അയാളെ വീട്ടുമുറ്റത്തെത്തി നോക്കുമ്പോ ആ വീട്ടിൽ വേറെയും കുറെ ആൾക്കാർ വന്നിരിക്കുന്നുണ്ട്. അവിടെ ഏതാ ഇരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ നല്ലൊരു തിണ്ണയുണ്ട്, ഇരിപ്പിടമാണ്. വെയിലൊന്നും കൊള്ളാതെ നല്ല തണലായിട്ട് അവിടെ ഇരിക്കാൻ പറ്റും. ഈ തിണ്ട് പോലെ നല്ലൊരു തിണ്ണയുണ്ട്, പലരും അവിടെ ഇരിക്കുന്നുണ്ട്. അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു ഇരുന്നില്ല, വെയിലത്ത് അങ്ങനെ തന്നെ നിന്നുപോയി. വീട്ടുകാരൻ പുറത്തേക്ക് വരുന്നത് വരെ, സംസാരിച്ച് കാര്യം വസൂലാക്കുന്നത് വരെ ഒരേ നൃത്തം അങ്ങനെ നിന്നു. ചോദിക്കുന്നു, പലരും പറയുന്നു, ഉസ്താദേ അവിടെ അതാ നല്ലൊരു തണലുണ്ടല്ലോ, ഇരിക്കാനുള്ള ഇരിപ്പിടം ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, ഇരിക്കാൻ തന്നെയാണ് അത് ഉണ്ടാക്കിയത്, സന്ദർശകർക്ക് ഇരിക്കാനാണ്, അവിടെ ഒന്ന് ഇരുന്നൂടെ, ഇരുന്നാൽ കുറച്ചു നേരം റാഹത്ത് കിട്ടൂല, എത്ര നേരമായി നിൽക്കുന്നത്. അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, പറ്റൂല. എന്തേ പറ്റാത്തത്? ഒരു ഹദീസ് എന്റെ മനസ്സിൽ ഇങ്ങനെ മിന്നി മറിയുന്നു. എന്താണ് ഹദീസ്? കുല്ലു ഖർളിൻ ജറ മൻഫഅതൻ ഫഹുവ റിബാ. ഉപകാരം വേറൊന്ന് സ്വീകരിക്കുന്ന തരത്തിൽ കൊടുക്കുന്ന കടം ഫഹുവ റിബാ, അത് പലിശയാകുന്നു. കടക്കാരന്റെ വീട്ടിൽ വന്നിട്ട് ഞാനൊന്ന് തണല് കൊണ്ടാൽ പലിശയായി പോകുമോ? കടം കൊടുത്തതിന്റെ പേരിൽ എനിക്ക് കിട്ടിയ ഉപകാരത്തിൽ ഇത് പെടുത്താൻ പറ്റുമോ? സുബ്ഹാനല്ലാഹ്, എന്തൊരു ചിന്തയാണ്, എന്തൊരു സൂക്ഷ്മതയാണ്. സഹോദരങ്ങളെ, പലിശക്ക് കൊടുക്കരുത്, പലിശക്ക് വാങ്ങരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ വ്യക്തമായി പറഞ്ഞില്ലേ, വമാ ആതൈതും മിദ്ദിബൽ ലിയർബു ഫീ അംവാലിന്നാസ്. ജനങ്ങളെ സമ്പത്ത് വികസിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ കൊടുക്കുന്ന പലിശ ഫലാ യർബു ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കൽ അത് വികസിക്കൂല, അത് വളരൂല, ഒരിക്കലും അത് വികസിക്കൂല. ഇവിടെ പലിശയും തിന്നു കൂടുന്ന ആളുകള് ഖബറിൽ നിന്ന് എണീറ്റ് വരുമ്പോ ലാ യഖൂമൂന ഇല്ലാ കമാ യഖൂമുല്ലദീ യതഖബ്ബതുഹു ശൈത്താനു മിനൽ മസ്സി. പിശാച് ബാധ ഇളകിയ ആളുകൾ, അപസ്മാര രോഗം ബാധിച്ചിട്ട് ആടി വീഴുന്നത് പോലെ രണ്ട് കാലിൽ ഉറച്ച് നടക്കാനുള്ള ആവതുണ്ടാകൂല. ലാ യഖൂമൂന, അവര് ഖബറിൽ നിന്ന് എണീറ്റ് വരൂല. ഇല്ലാ കമാ യഖൂമുല്ലദീ യതഖബ്ബതുഹു ശൈത്താനു മിനൽ മസ്സി. പിശാച് ബാധ ഏറ്റ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വീഴുന്നത് പോലെ, അങ്ങോട്ടും ഇങ്ങോട്ടും ആടി വീഴുന്നത് പോലെ രണ്ട് കാലിൽ അവർക്ക് നിൽപ്പ് കിട്ടൂല, ഉറച്ച് നടക്കാൻ കഴിയൂല. എന്തേ കാരണം? ദാലിക ബിഅന്നഹും ഖാലൂ ഇന്നമൽ ബൈഉ മിസ്ലുൽ റിബാ. കച്ചവടം എന്ന് പറയുന്ന ഇടപാടും അതൊക്കെ ഒരു പലിശ പോലെ തന്നെയല്ലേ എന്നാണ് അവരുടെ ന്യായീകരണം. നമ്മൾ നടത്തുന്ന ഇടപാട്, കച്ചവടം, പലിശയും തമ്മിൽ എന്താ വ്യത്യാസം? അത് വേറൊരു ഇടപാട്, ഇത് വേറൊരു ഇടപാട്. അല്ല കേട്ടോ, രണ്ടും ഒരേ രൂപത്തിലല്ല. അഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബാ.
കച്ചവടം അല്ലാഹ് ഹലാലാക്കിയ വിഷയമാണ്. ചെയ്യുന്നതിന് ഫർള് കിഫായന്റെ കൂലിയുണ്ട്. ഒരു നാട്ടിൽ കച്ചവടം നടത്തുന്ന ആള് ചെറിയൊരു ബാധ്യതയല്ല നിർവഹിക്കുന്നത്, ഫർള് കിഫായയുടെ കൂലി കിട്ടുന്ന ആളാണ്. നല്ല ഇടപാടുകാരന് വലിയ കൂലി അല്ലാഹു നൽകുന്നുണ്ട്. വെറുതെയല്ല. അയാള് അരിക്കച്ചവടം നടത്തട്ടെ, പഴക്കച്ചവടം നടത്തട്ടെ, പച്ചക്കറി കച്ചവടം നടത്തട്ടെ, വസ്ത്രവിൽപ്പന നടത്തട്ടെ, ഹലാലാ രീതിയിലുള്ള കച്ചവടത്തിന് വലിയ പ്രതിഫലം ഉണ്ട്. അത് അല്ലാഹ് ഹലാലാക്കിയതാണ്. ഹറമദ്ദിബാ, പലിശ അല്ലാഹ് ഹറാമാക്കി. ഒന്നുകൂടി ഞാൻ പറയട്ടെ, പലിശന്റെ ഗൗരവം മനസ്സിലാക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആല പലിശക്ക് കൊടുക്കുന്നതും പലിശ വാങ്ങുന്നതും ഏറ്റവും അധികം ലോകത്ത് അധികരിച്ചിരുന്ന ഒരു സന്ദർഭത്തിലാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിയുക്തരാകുന്നത്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പലിശന്റെ ഇടപാട് മുഴുവനും നിർത്തിക്കളഞ്ഞുപോയി. പിന്നീട് അത് ലോകത്ത് സജീവമായത് ഖിയാമത്ത് നാളിന്റെ ഒരു അടയാളമാണ്. ഒരൊറ്റാളും പലിശക്ക് കൊടുക്കുന്ന ആളില്ലാതെ, പലിശക്ക് വാങ്ങുന്ന ആളില്ലാതെ ജാഹിലിയ്യ കാലഘട്ടത്തിൽ ആ ഇടപാട് മുഴുവനും നിർത്തലാക്കിയിട്ട് ഹജ്ജത്തുൽ വദായിൽ വെച്ച് തങ്ങൾ പറഞ്ഞില്ലേ, ജാഹിലിയ്യ കാലഘട്ടത്തിലെ പലിശന്റെ പേരിൽ നിങ്ങൾ അന്യോന്യം തർക്കിക്കരുത്. ആ കണക്ക് മുഴുവനും എന്റെ കാൽപാദത്തിന്റെ ചുവട്ടിൽ ഞാൻ കുടിച്ചു മൂടിയിരിക്കുന്നു. ഇനി ആ വിഷയത്തിൽ ആരും പഴയ കണക്ക് പറഞ്ഞ് തർക്കിക്കരുത്. അത് വിവരമില്ലാത്ത കാലത്തുണ്ടായ ഒരു സംഗതിയാണ്. ഇനി ആ ഏർപ്പാടേ പറ്റൂല. ഏത് രൂപത്തിലാ തങ്ങളെ നിർത്തിയാക്കിയത്? ജാഹിലിയ്യ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരുപാട് ഏർപ്പാടുണ്ടായിരുന്നു, ഒന്നും രണ്ടോ ഒന്നല്ല. വേറെ ഒരു സംഗതിയാണ്, നിങ്ങൾ നോക്ക്. ധനസമ്പാദനത്തിന്റെ മാർഗമായിട്ട് അന്നുണ്ടായിരുന്ന ഒന്നാണ് അൽ ഖിമാർ. ഇന്നുണ്ടത്, പലയിടങ്ങളിലുണ്ട് അൽ ഖിമാർ. അറിയുമോ? പന്തയം. പന്തയം ഹറാമാണ്. ആ ശൈലിയും ശരിയല്ല, സമ്പാദ്യം ശരിയല്ല. ജാഹിലിയ കാലഘട്ടത്തിലുണ്ടോ പന്തയം? ഉണ്ട്. അന്നും ഇന്നത്തെ രൂപം മാറ്റേണ്ടേ ഉള്ളൂ, കോലം മാറ്റേണ്ടേ ഉള്ളൂ. ഇന്നൊരു പക്ഷേ കിട്ടുന്നത്, ആളുകൾ കിട്ടുന്ന ഒരു പക്ഷേ പണമായിരിക്കും, അന്ന് കിട്ടുന്ന വേറെ രൂപത്തിലായിരുന്നു. അന്നെങ്ങനെയായിരുന്നു പന്തയം വെച്ചിരുന്നത്? എല്ലാവരിൽ നിന്നും സ്വീകരിക്കും ഓരോ 100 രൂപ. ഉദാഹരണം പറയട്ടെ, ഒരു 100 ദിർഹം വാങ്ങും ഒരു 20 ആളിൽ. 100 ദിർഹം വാങ്ങിയിട്ട് പിന്നെ ഓരോരുത്തരുടെയും പേരിൽ ടോക്കൺ വെക്കും. ആ ടോക്കണിൽ ഒന്നാമത്തെ നമ്പർ ആർക്കാണോ കിട്ടുന്നത്, ഒട്ടകത്തിന്റെ 100 കിലോ ഇറച്ചി അയാൾക്കാണ്. രണ്ടാമത്തെ ടോക്കൺ കിട്ടുന്ന ആൾക്ക് ഒട്ടകത്തിന്റെ 50 കിലോ ഇറച്ചി. ഒന്നാമത്തെ ആള് കൊടുത്തതും 100 ദിർഹമാണ്, രണ്ടാമത്തെ ആള് കൊടുത്തതും 100 ദിർഹമാണ്, മൂന്നാമത്തെ ആള് കൊടുത്തതും 100 ദിർഹമാണ്, 20-ാമത്തെ ആള് കൊടുത്തതും 100 ദിർഹമാണ്. 20-ാമത്തെ നമ്പർ കിട്ടുന്ന ആൾക്ക് തോലും എല്ലും ബാക്കി ഉണ്ടാവും, കൊണ്ടുപോവാ. ഇങ്ങനെ ഭാഗിച്ച് ഇത് ഹറാമാ. അതിന്റെ രൂപമൊന്നും മാറിയേ ഉള്ളൂ. ഇപ്പോഴും ആ സംഗതി നടക്കുന്നുണ്ട്. രൂപം ഒന്ന് മാറിയേ ഉള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിലക്കിയ വിഷയമാണ്, അല്ലാഹ് ഹറാമാക്കിയ സംഗതിയാണ്. ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാം റിജ്സും മിൻ അമലി ശൈത്താൻ. ആ രൂപത്തിലുള്ള പന്തയം വെക്കുന്നത്, ആ രൂപത്തിലുള്ള നറുക്ക് വീറ്റുകൊണ്ട് ഭാഗ്യപരിശോധന നടത്തുന്നത്, അത് പിശാചിന്റെ പ്രവണതയാണ്. പല രൂപത്തിലും അത്തരത്തിലുള്ള ഇടപാടുകൾ ഇന്നും നടക്കുന്നുണ്ട്. സഹോദരങ്ങളെ, കൊടുക്കുന്നത് എല്ലാവരും ഒരേ ധനമല്ലേ, 100 ദിർഹം എല്ലാവർക്കും ഒരുപോലെയല്ലേ കിട്ടേണ്ടത്? എന്നിട്ട് 20-ാമത്തെ ആൾക്ക് കിട്ടിയതോ അയാൾക്ക് ഇറച്ചിയില്ല, ഏതെങ്കിലും ഒരു വകുപ്പിൽ കടിച്ചീമ്പാൻ പോലുള്ള ഇറച്ചിയില്ല, എല്ലിന്റെ ഉള്ളിലുള്ള എന്തെങ്കിലും ഒന്ന് വലിച്ചെടുക്കാൻ പോലുമില്ല. അവസാനം കിട്ടുന്ന എല്ലും തോലുമാണ് അയാൾക്ക് കിട്ടുന്നത്. ഒന്നാമത്തെ ടോക്കണ്ട ആള് കൊണ്ടുപോയതോ 100 കിലോ ഇറച്ചിയാണ്. അയാൾ കൊടുത്തതും ഇയാൾ കൊടുത്തതും ഒരേ രൂപത്തിലല്ലേ? ഇതെങ്ങനെ നീതിയാകും? ഇത് അനീതിയല്ലേ? ഇത് അനാവശ്യമല്ലേ? ഇത് തെറ്റല്ലേ? ഇതേ പ്രവണതയാണ് ലോട്ടറിയിലൂടെ നടക്കുന്നത്. ഇതേ പ്രവണതയാണ് പന്തയത്തിലൂടെ നടക്കുന്നത്. ഹറാമാണ് കേട്ടോ.
മറ്റു രൂപം പറയട്ടെ, ഹലാലല്ലാത്തൊരു സമ്പാദ്യം പറയട്ടെ. ജനങ്ങൾക്കിടയിൽ ഇപ്പോഴും അതും വികസിച്ചിട്ടുണ്ട്. നല്ലോണം ശ്രദ്ധിക്കാൻ വേണ്ടി, സൂക്ഷിക്കാൻ വേണ്ടി പറയാണ്. അർഹതയില്ലാത്ത രൂപത്തിലുള്ള സമ്പാദ്യം നമ്മൾ സമ്പാദിക്കരുത്. അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ അധികം കറക്റ്റായി ആ വിഷയം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സമ്പത്ത് സമ്പാദിക്കുന്നിടത്ത് വളരെയധികം ശ്രദ്ധിക്കാനും സൂക്ഷിക്കാനും പറഞ്ഞപ്പോ തങ്ങൾ പറഞ്ഞു, ഇന്ന ഹാദൽ മാല ഖദറത്തുൻ ഹുൽവാ. സമ്പത്ത് എന്ന് പറയുന്നത് നല്ല പച്ചപ്പുള്ളതും നല്ല മധുരമുള്ളതുമാണ്. മധുരം ആർക്കാണ് ഇഷ്ടമല്ലാത്തത്? ഷുഗറുകാരന് പോലും ചിലപ്പം പറയും കുറച്ചൊക്കെ മധുരം ഇപ്പൊ കഴിക്കാ, ഇപ്പൊ പ്രശ്നമല്ല, കുറച്ച് കഴിഞ്ഞിട്ട് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി, കുഴപ്പമുണ്ടെങ്കിൽ അപ്പം അങ്ങോട്ട് നിർത്താമെന്ന്. മധുരം അവർക്കും ഇഷ്ടമാണ്. ഡോക്ടർ പറഞ്ഞു ഒന്നും തുടരുത് കേട്ടോ, ഇത്രയും ഡിഗ്രി ഉണ്ട് എന്ന് പറഞ്ഞാലും പൊതുവെ ആൾക്കാരുടെ പ്രകൃതിയിലേക്ക് മധുരം ഒരു ഇഷ്ടമേറിയ സംഗതിയാണ്. അതേ രൂപത്തിൽ തന്നെയാണ് പച്ചപ്പും ആളുകൾക്ക് വലിയൊരു ഇഷ്ടമാണ്. അതുകൊണ്ടല്ലേ ട്രീറ്റ്മെന്റ് നടത്തുന്ന ആളോട് വെള്ളയിലേക്കല്ലല്ലോ പച്ചയിലേക്ക് നോക്കാൻ പറയുന്നത്. എത്ര ഗുരുതരമായ രീതിയിലാ മുറിച്ചു മാറ്റുന്നത് നോക്കാൻ പറയുന്നു. ആ പച്ചയിലേക്കൊന്ന് നോക്കൂ, ഒരു റാഹത്തുണ്ടാകും, ഒരു സന്തോഷം ഉണ്ടാകും, ഒരു ഇഷ്ടമുള്ള രൂപമല്ലേ അത്. ഇതേ രൂപത്തിലാണ് സമ്പത്ത്. തങ്ങൾ പറഞ്ഞു, ഫൈൻ അഖദഹു ബിഹഖ്തിഹി, അർഹതപ്പെട്ട രൂപത്തിലാണോ സമ്പത്ത് സ്വീകരിക്കുന്നത്, ഫനിഅമൽ മഊനതുഹി, അത് നല്ല സഹായിയാണ്, അത് നല്ല സഹകാരിയാണ്. വഇല്ലം യഖുദുഹു ബിഹഖ്തിഹി, അർഹതയുടെ രൂപത്തിലല്ല സമ്പത്ത് സ്വീകരിക്കുന്നത്, അനർഹമായ രൂപത്തിലാണോ, അല്ലാഹു സുബ്ഹാനഹു വ തആല ലം യുബാറക് ലഹു ഫീഹി, അല്ലാഹു അതിൽ ബറക്കത്ത് ചെയ്യൂല. എന്റെ വകയല്ല, ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണിത് പറഞ്ഞത്. എപ്പോഴാ തങ്ങളിത് പറഞ്ഞത് എന്നറിയോ? ഒരു ദിവസം മദീന പള്ളിയിൽ ളുഹ്ർ നിസ്കാരം കഴിഞ്ഞപ്പോ സാധാരണയിൽ കവിഞ്ഞ ജനം. മദീന പള്ളിയിൽ സാധാരണ ആളുകൾ ജുമുഅ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകാറുള്ളത് സുബഹിക്കാണ്. പക്ഷേ അന്ന് ളുഹ്റിന് വലിയ ജനം വന്നിട്ടുണ്ട്. ളുഹ്റിന് സാധാരണ അത്ര അധികം ആളുകൾ ഉണ്ടാകൂല. കാരണം ചിലര് കൃഷി സ്ഥലത്തായിരിക്കും, ചിലര് കച്ചവട സ്ഥലത്തായിരിക്കും, ചിലർ ആടുകളെയും ഒട്ടകങ്ങളെയൊക്കെ മേയ്ക്കുന്നിടത്തായിരിക്കും. അന്ന് കൂടുതൽ ആളുകളെ കണ്ടപ്പോ നിസ്കാരം കഴിഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്തോ വിഷയം അറിഞ്ഞിട്ടാണല്ലോ നിങ്ങൾ എല്ലാവരും കൂടി വന്നത്? അപ്പൊ സ്വഹാബത്ത് പറഞ്ഞു, അതേ നബി അറിഞ്ഞിട്ടുണ്ട്, ഇവിടെ എന്തോ ഒരു സമ്പത്ത് വന്ന് എന്ന് അറിഞ്ഞിട്ടുണ്ട്, അതൊക്കെ കിട്ടുമെന്ന് കരുതി വന്നതാണ് ഞങ്ങൾ എന്ന് പറഞ്ഞു. തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് തരാനുള്ളത് തന്നെയാണ്, വേറെ ആരും കൊടുക്കാനുള്ളതല്ല, സമ്പത്ത് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. മറ്റു സ്ഥലങ്ങളിൽ നിന്ന് സമ്പത്ത് മദീനയിലേക്ക് വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് തരാനുള്ളത് തന്നെ. അബ്ബാസ് റളിയല്ലാഹു അൻഹു വന്നിട്ട് പറഞ്ഞു, നബിയെ, എനിക്ക് അവർക്കൊക്കെ കൊടുക്കും പോലെ എനിക്ക് കുറച്ച് പോരാ, എനിക്ക് കുറച്ച് അധികം വേണമെന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്താ അധികം? നിങ്ങൾക്ക് എന്താ അധികം? ഒന്നുമല്ല നബിയെ, ബദർ യുദ്ധത്തിൽ തടവറയിൽ നിന്ന് മോചനം കൊടുക്കേണ്ട സന്ദർഭം വന്നപ്പോ എന്റെ മോചന ദ്രവ്യവും എന്റെ സഹോദരൻ അഖീലിന്റെ മോചന ദ്രവ്യവും രണ്ടും കൂടി ഞാൻ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഏറെ ചെലവ് വന്നിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് കുറച്ച് അധികം വേണം. അബ്ബാസ് റളിയല്ലാഹു അൻഹു ആരാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പയുടെ സഹോദരനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ എടുത്തോളൂ എന്ന് പറഞ്ഞു. അബ്ബാസ് റളിയല്ലാഹു അൻഹു വസ്ത്രത്തിലേക്ക് ഇങ്ങനെ വാരിക്കൂട്ടി ഒരുപാട് സ്വത്ത് വാരിക്കൂട്ടി, ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ വാരിക്കൂട്ടി. എന്നിട്ട് പൊക്കാൻ നോക്കുന്ന സമയത്ത് പൊങ്ങുന്നില്ല. അത്രയും അധികം വാരിയെടുത്തിട്ടുണ്ട്, ദിർഹം വാരിയെടുത്തിട്ടുണ്ട്. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഏതെങ്കിലും ഒരാളോട് പറയണോ ഇതൊന്ന് തോളിലേക്ക് ഏറ്റിത്തരാൻ വേണ്ടിയിട്ട്. തങ്ങൾ പറഞ്ഞു, തോളിലേക്ക് ഏറ്റിത്തരാനൊന്നും പറയൂല, ഫർഫഹു അൻ, തങ്ങൾ വേണമെങ്കിൽ പൊക്കിക്കോളി എന്ന് പറഞ്ഞു. അപ്പൊ അബ്ബാസ് റളിയല്ലാഹു അൻഹു കുറച്ചും കൂടി വാരി അങ്ങോട്ടിട്ടു, അനത് പൊങ്ങണ്ടേ. പിന്നെയും പൊക്കാൻ നോക്കിയിട്ട് പൊങ്ങണില്ല. അപ്പൊ എത്ര അധികം അടുത്ത് എടുക്കാൻ പറഞ്ഞു, നിങ്ങൾക്ക് ആവശ്യമുള്ളത്തോളം എടുത്തോളൂ എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെയും വാരിയിട്ട്, ആരോടെങ്കിലും ഒന്ന് പൊക്കിത്തരാൻ പറയുമോ? ഇല്ലല്ല, പൊക്കിത്തരാൻ പറയൂല.
നിങ്ങൾക്ക് പാകുള്ളത് എടുത്തോളൂ എന്ന് പറഞ്ഞു. പിന്നെയും കുറച്ചുകൂടി അങ്ങോട്ട് വാരിയിട്ടു. പിന്നെയും പറഞ്ഞു നബിയെ പൊങ്ങുന്നില്ലല്ലോ. പിന്നെയും നാലാമത് പിന്നെയും വാരിയിട്ടു. പിന്നെ പതുക്കെ അങ്ങനെ പൊക്കിയെടുത്തിട്ട് തോളിലേക്ക് വെച്ചു. അങ്ങനെ പോകുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ നോക്കി. കണ്ണില്ലെന്ന് മറയുന്നത് വരെ അബ്ബാസ് റളിയല്ലാഹു അൻഹു നോക്കിയിട്ട് പറഞ്ഞു, സമ്പത്തിന് കുഴപ്പമൊന്നുമില്ല, നല്ല നിലക്കാണോ സമ്പാദ്യം, വലിയ ബറക്കത്ത് അല്ലാഹു അതിൽ തരും. അതേ സമയത്ത് നല്ല രൂപത്തിലല്ലേ, ലം യുബാറക് ലഹു ഫീഹി, അതിൽ ബറക്കത്ത് നൽകപ്പെടൂല. മാത്രമല്ല വകാന ഷഹീദൻ അലൈഹി യൗമൽ ഖിയാമ, അനർഹമായ രൂപത്തിൽ സമ്പാദിച്ച സമ്പാദ്യം ഖിയാമത്ത് നാളിൽ പ്രതികൂല സാക്ഷിയായി വരും. ഖിയാമത്ത് നാളിൽ അനുകൂല സാക്ഷിയല്ല, പ്രതികൂല സാക്ഷിയായി വരും. സമ്പത്ത് അവിടെ അള്ളാഹുവിന്റെ മുന്നിൽ സംസാരിക്കും. ഇവൻ എന്നെ നേടിയെടുത്തത്, ഇവൻ എന്നെ കൈക്കലാക്കിയത് അനർഹമായ രൂപത്തിലാണ്, അർഹതയുള്ള നിലക്കല്ല. സമ്പത്ത് അവിടെ സംസാരിക്കുമ്പോ കുഴങ്ങിപ്പോകും, ആകെ ചിന്നിച്ചിതറിപ്പോകും. പിന്നെ രക്ഷപ്പെടുത്താൻ എന്താ ഉണ്ടാവുക? പ്രതികൂല സാക്ഷിയായിട്ട് സമ്പത്ത് വരും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, നന്നായി ശ്രദ്ധിക്കണം, നന്നായി സൂക്ഷിക്കണം. അർഹതയില്ലാത്ത രൂപത്തിലുള്ള ഒന്നും കയ്യിലേക്ക് വാങ്ങരുത്. മറ്റൊന്നാണ് വൻകുറ്റങ്ങളിൽ പെട്ടൊരു സമ്പാദ്യമാണ് അഖ്ദുദ്ദിശ്വാ, കൈക്കൂലി സ്വീകരിക്കുക എന്ന് പറയുന്നത്. ലഅനല്ലാഹുർ റാശി വൽ മുർതശി വറായിശ അല്ലദീ ബൈനഹുമാ, കൈക്കൂലി കൊടുക്കുന്നവനെയും കൈക്കൂലി വാങ്ങുന്നവനെയും ഇടയിലൊരു മധ്യസ്ഥനായി നിൽക്കുന്ന ബ്രോക്കറെയും അല്ലാഹു ശപിച്ചിരിക്കുന്നു. എന്തിനൊക്കെയാണ് കൈക്കൂലി? ഞാൻ നീട്ടിപ്പരത്തി പറയാൻ എനിക്ക് സമയം പോരാ. എന്തിനൊക്കെയാണ് കൈക്കൂലി? വിനിയോഗത്തിന്റെ കുറച്ചുകൂടി കാര്യം പറയാണ്ട്, അതുകൊണ്ടാ സമ്പാദനം പെട്ടെന്ന് പറഞ്ഞിരിക്കുന്നത്. എന്തിനൊക്കെയാ സഹോദരങ്ങളെ കൈക്കൂലി? അർഹതയില്ലാത്ത ഒന്ന് നേടിയെടുക്കുന്നതിന് വേണ്ടി കൊടുക്കുന്ന കൂലിക്കാണ് കൈക്കൂലി എന്ന് പറയാം. മനസ്സിലായില്ല? എന്നാ ഉദാഹരണം പറഞ്ഞാൽ വേഗം മനസ്സിലായി. നിങ്ങളെ മകനെ ഗൾഫിലൊരു ശരിക്കും ശ്രദ്ധിച്ചോ, ഗൾഫിലൊരു ഉന്നതമായ ജോലി വന്നിട്ടുണ്ട്. മോൻ അതിന് പറഞ്ഞേക്കാൻ പോവുകയാണ്. മോൻ എത്ര വയസ്സായി? മോനൊരു 10-22 വയസ്സായി, അല്ലെങ്കിൽ 24 വയസ്സായി. പക്ഷെ ആ ജോലിക്കൊരു നിബന്ധന ഉണ്ട്, ഡിഗ്രി പാസ്സാണ്. ഇയാൾ ഡിഗ്രി ഒന്നും എഴുതിയിട്ടില്ല, അയാളാകെ SSLC കഴിഞ്ഞിട്ടുള്ളൂ. പിന്നെ ആൾ നാട്ടിലൊരോ തൊഴിലിനൊക്കെ പോയതാണ്. പഠിച്ചോനെ, എന്റെ മോൻ ആ ജോലി കിട്ടണല്ലോ. ഡിഗ്രി പഠിച്ചാൽ അതിന്റെ പേപ്പർ വാങ്ങി. മനസ്സിലാണ്ട? ഡിഗ്രി പഠിക്കാതെ പേപ്പറുകാരൻ ഡിഗ്രി എങ്ങനെ പേപ്പർ വാങ്ങി? ഉണ്ടാക്കുന്ന ആൾക്ക് കൈക്കൂലി കൊടുത്തു. പഠിച്ചിട്ട് വാങ്ങേണ്ട സംഗതിയാണത്. പഠിക്കാതെ പേപ്പർ വാങ്ങിയാൽ അത് അർഹതയാണോ? അല്ല, അനർഹമായതാണ്. ആ പേപ്പറും വെച്ചുകൊണ്ടാണ് ഇയാൾ ആ ജോലിയിലേക്ക് പറഞ്ഞേക്കുന്നത്. അവിടെ എത്തിയിട്ട് കടലാസ് പരിശോധിക്കുമ്പോ ഡിഗ്രിന്റെ പേപ്പർ ഉണ്ട്, സുന്ദരമായ പേപ്പർ. സമ്പാദ്യം മുഴുവനും മോശമാണ്, ഒന്നും ഹലാലല്ല. എത്ര ആളുകളുണ്ട് ഡിഗ്രിയോ ഡോക്ടറേറ്റോ PGയോ എന്താ വാങ്ങിയത്? എന്താ നേടിയത്? അനർഹമായ രൂപത്തിലുള്ള സമ്പാദ്യം. വലിയ കേട് വരും അതുകൊണ്ട്. സുഹൃത്തുക്കളെ, ഉമ്മമാരെ, സഹോദരന്മാരെ, വലിയ ഇടങ്ങേറ് വരും. ദുനിയാവിലും ഇടങ്ങേറ് വരും, ആഖിറത്തിലും ഇടങ്ങേറ് വരും. പഠിക്കാതെ ഡിഗ്രിക്ക് അയാൾ ചെലവാക്കിയത് 1 ലക്ഷം കൊടുത്തു. ആർക്കാണ് 1 ലക്ഷം? പേപ്പർ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ ആൾക്ക് 20,000. അതിന്റെ മേലൊരാളുണ്ട് അധ്വാനിക്കാൻ വേണ്ടി, അയാൾക്കൊരു 40,000. വേറെ സ്ഥലത്തുണ്ട്, അവിടെ കൊണ്ടുപോയി കൊടുക്കാൻ പിന്നൊരു 40,000. മൊത്തം 1 ലക്ഷം. ഈ കൊടുത്തൊരു 1 ലക്ഷം കൈക്കൂലിയാണ്. ഈ വാങ്ങിയതോ അതും കൈക്കൂലിയാണ്. അതിനു വേണ്ടി ഇടയിൽ നിന്ന് പ്രവർത്തിച്ചതോ മധ്യസ്ഥനാണ്, കൈക്കൂലിന്റെ റോളിലാണ്. സുബ്ഹാന മൻ ജല്ല ജലാലുഹു
പാടില്ല. അർഹതയില്ലാത്തൊരു വിഷയത്തിന് വേണ്ടി നമ്മുടെ കയ്യിലേക്ക് അത് വസൂലാക്കാൻ വേണ്ടി കൊടുക്കുന്നത്, അർഹതയുള്ളത് നഷ്ടപ്പെടുത്താൻ വേണ്ടി കൊടുക്കുന്നതിനും പറയും കൈക്കൂലിന്ന്. ഒരാൾക്ക് കിട്ടേണ്ട സ്ഥാനമാണ്, അയാൾക്കത് കിട്ടിപ്പോകരുത്, അയാളിൽ നിന്ന് വേറൊരാൾക്കത് മാറിപ്പോകണം. അതിനു വേണ്ടി ഒരാൾക്ക് കൊടുത്തിട്ട് സ്വാധീനിക്കുന്നു. ഇപ്പൊ വന്ന് അപേക്ഷിച്ച ആള് അർഹനായ ആളാണ്, അധ്വാനിച്ച് ശരിയായ നിലക്ക് കിട്ടാൻ സാധ്യതയുള്ള ആളാണ്. അയാൾക്കത് കിട്ടരുത്, അയാൾക്കത് കിട്ടിയാല് നമ്മളൊരാളുണ്ടായ കിട്ടാതായി പോകും. അതുകൊണ്ട് അയാൾക്ക് കൊടുക്കാതിരിക്കാൻ വേണ്ടി ഉദ്യോഗസ്ഥര് കൊടുക്കുന്നു, നിങ്ങൾക്ക് ഞാൻ ഇത്രയും തരാം, അയാളെ തൽക്കാലം കേറ്റരുത്. അപ്പൊ കിട്ടേണ്ട ആൾ അതിൽ നിന്ന് മാറ്റാൻ വേണ്ടി കൊടുക്കുന്നു ഒരു കൂലി. ഇതിന്റെ പേരും കൈക്കൂലിയാണ്. എത്രയാണ് ഈ രൂപത്തിൽ വർദ്ധിക്കുന്നത്? അനർഹമായ രൂപത്തിലുള്ള സമ്പാദ്യം വലിയ കേടുവരുത്തും. നല്ലോണം ശ്രദ്ധിക്കണം. വിദേശത്ത് ജോലി ചെയ്യുന്ന എന്റെ ശബ്ദം ശ്രവിക്കുന്ന സുഹൃത്തുക്കളോട് ഞാൻ പറയട്ടെ, ഒരൊറ്റ രൂപ പോലും അർഹതയില്ലാത്ത രൂപത്തിൽ സമ്പാദിക്കരുത്. എത്രയാണ് അതിന്റെ ഗൗരവം എന്നറിയുമോ? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് സകാത്തിന്റെ വിഹിതം സ്വീകരിക്കാൻ വേണ്ടി ഒരു സഹാബിനെ പറഞ്ഞയച്ചു. ആ സഹാബി തിരിച്ചു വരുമ്പോ സകാത്തിന്റെ വിഹിതം എന്ന് പറയുന്ന വിഹിതം ഏൽപ്പിച്ചിട്ട് പിന്നെ ഒരു 2-3 ആടും ഒട്ടകങ്ങളും അയാൾ തെളിച്ചു കൊണ്ടുപോകുമ്പോ തങ്ങൾ ചോദിച്ചു, അതേതാണ്? ആ ഒട്ടകം ഏതാണ്? ആ ആടുകൾ ഏതാണ്? അതെനിക്ക് ജനങ്ങൾ തന്നതാന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അദ്ദേഹത്തിന് വീട്ടിലൊന്ന് ഇരുന്നൂടായിരുന്നില്ലേ? ആൾക്കാരങ്ങോട്ട് കൊണ്ടുവന്ന് കൊടുക്കുമായിരുന്നോ എന്ന് പരിശോധിക്കാമായിരുന്നല്ലോ. ഇപ്പൊ പോയത് സക്കാത്തിന്റെ പിരിവിനല്ലേ? സക്കാത്തിന്റെ പിരിവിന് പോയ ആള് സക്കാത്തിനുള്ളത് മാത്രമേ വാങ്ങി വരാവൂ. ജനങ്ങൾ സ്വന്തത്തിന് തന്നാലും വാങ്ങിക്കൂടാ. തെറ്റിദ്ധാരണ വന്നുപോകും. അതേ സമയത്ത് ആ വിഷയത്തിൽ മോശപ്പെട്ട അഭിപ്രായങ്ങൾ വന്നുപോകും. അയാൾക്ക് കിട്ടേണ്ട സമ്പാദ്യമാണെങ്കിൽ ഒന്ന് പുരയിലൊന്ന് ഇരുന്നൂടെ, മുറ്റത്തൊരു കസാര ഇട്ടിരുന്നൂടെ, ആൾക്കാർ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ടോ എന്ന് നോക്കാലോ. അങ്ങനെ കിട്ടുന്ന ആളാണെങ്കിൽ പറയാമല്ലോ അങ്ങനെ കിട്ടിയതാണ്. പിന്നെ ഇപ്പിരിവിന് വേണ്ടി മാത്രം പോയിട്ട്, ഈ സക്കാത്തിൻ്റെത് വാങ്ങാൻ വേണ്ടി മാത്രം പോയിട്ട് ഒരു സമ്പാദ്യം എങ്ങനെയാണ് അങ്ങോട്ട് കൊണ്ടുപോകുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സ്വഹാബാ, അർഹതയില്ലാത്ത രൂപത്തിൽ ഒരു ചെറുത് നിങ്ങൾ കൈക്കലാക്കിയാൽ ആഖിറത്തിൽ അല്ലാഹു വിടൂല. എന്നിട്ട് സഹാബത്തിനോട് തങ്ങൾ പറഞ്ഞു, നിങ്ങളിൽ പലരും എന്നോട് വന്നിട്ട് ചില കാര്യങ്ങൾ പറയും, അവരുടേതാണ് സത്യം എന്ന നിലക്ക് ഞാൻ വിധിയെഴുതി തരും. കൂട്ടത്തിൽ പറയട്ടെ, നിങ്ങൾക്ക് കിട്ടേണ്ട അർഹതയില്ലാത്ത ഒരു സ്വത്ത് നിങ്ങളെ സഹോദരന്റെ സ്വത്താണ്. വാചാലതന്റെ ഊക്കുകൊണ്ടോ, സ്ഥാനത്തിന്റെ വലുപ്പം കൊണ്ടോ, മാനത്തിന്റെ ഊക്കുകൊണ്ടോ മറ്റൊരാളുടെ സമ്പാദ്യത്തിൽ നിന്നൊരൊറ്റ ചാണ് കൈക്കലാക്കി പോയാൽ, മൻ അഖദ ശിബ്റം മിൻ അർളി അഖീ, സ്വന്തം സഹോദരന്റെ ഭൂമിയിൽ നിന്ന് അർഹതയില്ലാത്ത ഒരൊറ്റ ചാട് വാചാലതയുടെയും സ്വീകാര്യതയുടെയും അധികാരത്തിന്റെയും പേരിൽ കൈക്കലാക്കി പോയാൽ, ദുൽമൻ, അന്യായമായിട്ട് അങ്ങനെ സ്വീകരിച്ചു പോയാൽ, തവ്വഖഹുല്ലാഹു ഇലാ അർളി സബഈൻ, ഖിയാമത്ത് നാളിൽ ആ മനുഷ്യൻ മഹ്ശറിലേക്ക് വരുമ്പോ ആ ഒരൊറ്റ ചാണ് ഭൂമി, അതിന്റെ 7-ാം ഭൂമി വരെ അവന്റെ കഴുത്തിൽ മാലയാക്കി അണിഞ്ഞിട്ട് അള്ളാഹു ജനങ്ങളെ മുന്നിൽ അവനെ പ്രത്യക്ഷപ്പെടുത്തും. അതുകൊണ്ട് അർഹതയില്ലാത്ത രൂപത്തിൽ ഒരൊറ്റ ചാണ് ഭൂമി പോലും കൈക്കലാക്കി കൂടാ. നിങ്ങൾ എന്റെ അടുത്ത് വന്ന് പറയുമ്പോ നിങ്ങളെ പറച്ചിൽ നോക്കിയിട്ടാണ് ഞാൻ വിധി എഴുതുന്നത്. സത്യം നിങ്ങൾക്കറിയാമല്ലോ. ശരിയായ നിലക്ക് ശ്രദ്ധിക്കണം, ശരിയായ നിലക്ക് സൂക്ഷിക്കണം. നിങ്ങൾ എന്റെ മുന്നിൽ വന്ന് പറഞ്ഞപ്പോ അത് ശരിയാണെന്ന് കരുതിയിട്ട് ഞാൻ എങ്ങനെ വിധി എഴുതി? സത്യത്തിൽ നിങ്ങൾ ശരിയല്ല പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ ദുനിയാവിൽ വഷളാക്കണ്ട എന്ന് കരുതിയിട്ട് മറച്ചു വെച്ചു എന്ന് കരുതിക്കോ, ആഖിറത്തിൽ രക്ഷപ്പെടൂല. സയുതവഖൂന മാ ബഖിലൂ ബിഹി യൗമൽ
ഖിയാമ, അർഹതയില്ലാത്ത രൂപത്തിൽ കൈപ്പറ്റിയത് ഖിയാമത്ത് നാളിൽ മാലയായി അണിയിക്കപ്പെടും. അങ്ങനെ കൊണ്ടുവരേണ്ടി വരും. പ്രവാസ ലോകത്ത് ജോലി ചെയ്യുന്ന സുഹൃത്തുക്കള്, നാട്ടിൽ ജോലി ചെയ്യുന്ന സുഹൃത്തുക്കള് എല്ലാവരോടുമായി പറയട്ടെ, അർഹതയില്ലാത്ത ഒരൊറ്റ രൂപ പോലും കൈക്കലാക്കിക്കൂടാ. അതിലൊരു ബർക്കത്തും ഉണ്ടാകൂല. കൈക്കലാക്കുന്നതിനേക്കാൾ ഏറെ നഷ്ടമാണ് വരിക. ഒരുപക്ഷേ നിങ്ങൾ കൈക്കലാക്കി എന്ന് മദ്ലൂമായ ആൾക്ക്, നിങ്ങൾ മറ്റേ ആളെ സമ്പത്ത് കൊള്ളയടിച്ചിട്ടോ അപഹരിച്ചിട്ടോ ആക്രമിക്കപ്പെട്ട ആൾക്ക് ബോധ്യപ്പെട്ടിട്ട് ഒരൊറ്റ മനസ്സിന്റെ വേദന അല്ലാഹുവിലേക്ക് ഉയർന്നാൽ, ഇവിടെ കിട്ടിയത് ലക്ഷമാണെങ്കിലും ഇവിടെ സമ്പാദിച്ചത് കോടിയാണെങ്കിലും തകർന്ന് തരിപ്പണമാകും കേട്ടോ. മദ്ലൂമിന്റെ പ്രാർത്ഥന അല്ലാഹു കേൾക്കാതിരിക്കുമോ? ആ പ്രാർത്ഥനക്കും അല്ലാഹുവിനും ഇടയിൽ മറയില്ലല്ലോ. അത് മുസ്ലിം ആകട്ടെ, അമുസ്ലിം ആകട്ടെ, യഹൂദി ആകട്ടെ, നസ്രാനി ആകട്ടെ, ആരാകട്ടെ, മദ്ലൂമിന്റെ ഒരു ദുആ അല്ലാഹുവിലേക്ക് അത്രയും മൂർച്ചയുള്ള ദുആയല്ലേ. ലൈസ ബൈനഹു വബൈനല്ലാഹി ഹിജാബ്. അന്യായമായിട്ടൊന്നും സമ്പാദിക്കരുത്. നിങ്ങളൊരു കടയിൽ ജോലി കിട്ടി, ആ കടയിൽ ജോലി കിട്ടിയപ്പോ നിങ്ങൾക്ക് എന്താണ് പണി? ആ കടയിൽ നിന്ന് മറ്റുള്ള പല ആളുകളിലേക്കും വിളി വരുമ്പോ അതേ അവരുദ്ദേശിക്കുന്ന സാധനങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കണം. കൊണ്ടുപോയി കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ നിന്നൊരു ബില്ല് തന്നിട്ടുണ്ട്. ആ ബില്ലിൽ കൊണ്ടുപോയി കൊടുക്കുന്ന ആളോട് നിങ്ങൾ പറഞ്ഞു, എത്രയാ ബില്ല്? ബില്ലിൽ എഴുതിയിരിക്കുന്നത് 125 ദിർഹം എന്നാണ്. 125 റിയാൽ എന്നാ എഴുതിയിരിക്കുന്നത്. ബില്ല് ചോദിക്കാത്ത രൂപത്തിലോ ബില്ല് എവിടെയെന്ന് അന്വേഷിക്കാത്ത രൂപത്തിലോ വീട്ടുകാരൻ എത്രയെന്ന് ചോദിക്കുമ്പോ ഒറ്റയടിക്കങ്ങ് പറഞ്ഞു പോയി 150 റിയാൽ എന്ന്. ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കുന്ന 125ന്റെ കണക്കാണ്. 25 ആരുടേതാണ്? ഏത് വകുപ്പിലാണ്? എങ്ങനെ കിട്ടേണ്ടതാ? ശമ്പളം വേറെയുണ്ട്. ഈ 25 ഒരു വീട്ടിലേക്ക് പോയപ്പോ വസൂലാക്കിയത്, ഒരൊറ്റ വീട്ടിൽ നിന്ന് അങ്ങനെ 25 വസൂലാക്കിയെങ്കിൽ ഒരൊറ്റ ദിവസം നീ 10 വീട്ടിലേക്ക് പോകുമ്പോ അത്തരത്തിലുള്ളൊരു 10-25 വരുമ്പോ 250 റിയാല് സാലറി അല്ലാത്ത രൂപത്തിൽ നിന്റെ പോക്കറ്റിൽ ഒരു ദിവസം വരുമ്പോ നീ സന്തോഷത്തിലാണ്. 250 വേറെ കിട്ടിയല്ലോ. അങ്ങനെ ഒരു 10 ദിവസം 250 കൂട്ടിയിട്ട്, ഒരു 20 ദിവസം 250 കൂട്ടിയിട്ട്, ഒരു 30 ദിവസം 250 കൂട്ടിയിട്ട് നിന്റെ സാലറി നീ വേറെ വാങ്ങുമ്പോ ഈ അർഹതയില്ലാത്ത സ്വത്ത് ഒരൊറ്റ റിയാലതിലേക്ക് അങ്ങ് കൂട്ടിക്കലർത്തുമ്പോഴേക്ക് അതിൽ പോലും ബർക്കത്ത് പോയി പോവുകയാണ്. അല്ലാഹു തആല ഹലാലായിട്ട് നിനക്ക് നൽകിയതിൽ പോലും ഈ ഹറാമ് നീ അങ്ങ് കൂട്ടുമ്പോ ഉള്ള ബർക്കത്തും നഷ്ടപ്പെട്ടു പോകുന്നു. ഇങ്ങനെ സമ്പാദിക്കുന്ന സമ്പാദ്യം അല്ലാഹു പൊരുത്തപ്പെടുമോ? ഇല്ലേ ഇല്ല. നിങ്ങൾ നോക്കൂ, ബഹുമാനപ്പെട്ട ഇമാമുൽ ആലം അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഉപജീവന മാർഗം കച്ചവടമായിരുന്നു. വസ്ത്ര കച്ചവടം. കച്ചവടത്തിന് കുഴപ്പമൊന്നുമില്ല. നല്ലൽക്കാണെങ്കിൽ നല്ല ബർക്കത്തുണ്ടാവില്ല, ഒരു കുഴപ്പമില്ല. നല്ലൽക്കാണെങ്കിൽ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? വിനിയോഗത്തിന്റെ മാർഗം പറയണം. സമയം വളരെ കുറവാണ്. ഇൻഷാ അല്ലാഹ് ഞാൻ അതിലേക്ക് വരുന്നു. ഇങ്ങനെ മാറിപ്പോകണം. ഒറ്റ കാര്യം കൂടി പറയട്ടെ. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു വസ്ത്ര വ്യാപാരം നടത്തിയിട്ട് കുടുംബത്തെ പോറ്റിയ മഹാനാണ്. ഒരു ദിവസം വസ്ത്രം വിൽക്കാൻ വേണ്ടിയിട്ട് മഹാനവറുകൾ പറഞ്ഞയച്ചാള് 70 ജോഡി വസ്ത്രം കൊണ്ടുവന്നു. ദർശനം നടത്തുന്നവർക്ക് 70 ജോഡി കൊണ്ടുവന്നപ്പോ 70 ജോഡി മഹാനവറുകൾ ഓരോന്നും ഇങ്ങനെ എടുത്തു നോക്കിയപ്പോ ഒന്നിൽ ചെറിയ പഴക്കം കാണുന്നു. ഒറ്റ ജോഡിയിൽ പഴക്കം കാണുന്നു, ചെറിയൊരു കുറവൊക്കെ കാണുന്നുണ്ട് ഒരു ജോഡിയിൽ. അതിങ്ങനെ കണ്ടപ്പോ ആ വിൽക്കാൻ പോകുന്ന ആളോട് പറഞ്ഞു, ഈ ഒരു ജോഡി വസ്ത്രം പറഞ്ഞു കൊടുക്കണം കേട്ടോ എന്ന് പറഞ്ഞു. വാങ്ങുന്ന ആൾക്ക് പറഞ്ഞു കൊടുക്കണം, ഇതിൽ ഇങ്ങനെയും കുഴപ്പമുണ്ട്, നമുക്ക് പറ്റുമെങ്കിൽ വാങ്ങിയാൽ മതി, അല്ലെങ്കിൽ വാങ്ങണ്ട എന്ന് പറഞ്ഞു കൊടുക്കണം. വിൽപ്പനക്കാരനോട് പറഞ്ഞു. വിൽപ്പനക്കാരൻ മാത്രമല്ലല്ലോ, വാങ്ങുന്ന ആളും നോക്കൂലേ. ഒരൊറ്റ തുണി വാങ്ങുന്ന ആൾ എത്ര തുണി വലിച്ചിടും വാങ്ങാൻ? സ്വാഭാവികല്ലേ. നമ്മളിപ്പോ ഒരു ഷർട്ട് പീസ് ആണെങ്കിൽ ഒരു ഷർട്ട് പീസ് നോക്കിയിട്ട് മതിയാക്കോ? ഇല്ലല്ല, ഒരു 10-25 നമ്മൾ നോക്കും. ഇങ്ങനെ മാറി നോക്കും, നമുക്ക് പറ്റിയത് നമ്മൾ എടുക്കും. അങ്ങനെയല്ലേ സാധാരണ ചെയ്യാറുള്ളത്. വാങ്ങുന്ന ആരും നോക്കൂലേ. പക്ഷെ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നീ ഇത് പറഞ്ഞു വെക്കണം. ഈ ഒരു ജോഡിക്ക് ചെറിയ പഴക്കം തോന്നുന്നുണ്ട്, കേടായിട്ടൊന്നുമില്ല, ഉപയോഗിക്കാൻ പറ്റും, പഴക്കം തോന്നുന്നുണ്ട്, അതുകൊണ്ട് പറഞ്ഞു വെക്കണം.
ബാക്കി 69 ജോഡി വസ്ത്രത്തിന് കുഴപ്പമില്ല. അദ്ദേഹം വസ്ത്രം ഫുള്ള് വിറ്റു, 70 ജോഡിയും വിറ്റു. വിറ്റിട്ട് എത്ര കിട്ടി ലാഭം? 30,000 ദിർഹം. നല്ലോണം കേട്ടോളൂ, 30,000 ദിർഹം ലാഭവുമായിട്ട് അബൂ ഹനീഫ റളിയല്ലാഹുവിന്റെ അടുത്ത് വന്ന് വിറ്റോന്ന് ചോദിച്ചു. വിറ്റു എന്ന് പറഞ്ഞു. അപ്പൊ മഹാനവറുകളുടെ ചോദ്യം, ഒരു പഴക്കം തോന്നിയ ജോഡിയുണ്ടായിരുന്നില്ലേ, നീ അത് പറഞ്ഞിട്ടാണോ വിറ്റത്? വിൽപ്പനക്കാരൻ പറഞ്ഞു, അല്ല, ഞാനത് മറന്നുപോയി, ഒരൊറ്റ ജോഡി വസ്ത്രം പറയാൻ വിട്ടുപോയി. അബൂ ഹനീഫ തങ്ങൾ പറഞ്ഞു, നീ വിറ്റ ഒന്നിന്റെയും കാശ് എനിക്ക് വേണ്ടേ വേണ്ട. ഒരു ജോഡിയുടെ അല്ല, 70 ജോഡിയുടെ കാശും 30,000 ദിർഹവും നീ ഉദ്ദേശിച്ച രൂപത്തിൽ നീ ചെലവാക്കിക്കോ, എനിക്കത് വേണ്ട. ഒരൊറ്റ ദിർഹം പോലും സ്വീകരിച്ചില്ല. എന്നിട്ട് മഹാനവറുകൾ പറഞ്ഞു, നീ എന്റെ പണിക്കാരനായിട്ട് വേണ്ട, നിന്നെ വിശ്വസിക്കാൻ കൊള്ളൂല. വിശ്വസ്തനാണെങ്കിൽ നീ അത് പറഞ്ഞ് വിൽപ്പന നടത്തണ്ടേ? ഒരൊറ്റ ജോഡിയല്ലേ പറയാൻ നിന്നെ ഞാൻ ഏൽപ്പിച്ചിട്ടുള്ളൂ, നീ അത് പറഞ്ഞില്ലല്ലോ. അതുകൊണ്ട് നീ എന്റെ ഖിറാലില്, എന്റെ ലാഭക്കൂറ് കച്ചവടത്തില് ആമിലായിട്ട് നീ വേണ്ട, നീ അങ്ങ് പോയിക്കോ, നിന്നെ ഞാൻ ഒഴിവാക്കി, ഞാൻ വേറെ ആളെ സ്വീകരിച്ചോളാ. 30,000 ദിർഹമിൽ നിന്ന് ഒരൊറ്റ ദിർഹം പോലും മഹാനവറുകൾ സ്വീകരിച്ചില്ല. എന്തേ കാരണം? പറ്റാത്ത ഒന്ന് കൂടിക്കലർന്നപ്പോ അത് സ്വീകരിച്ചാൽ പിന്നതില് ബറക്കത്ത് ലഭിക്കൂല. അനർഹമായ രൂപത്തില് 1 റിയാലോ 2 റിയാലോ പോക്കറ്റിലാക്കിയിട്ട് മാസം 2,000 റിയാല് ഹലാലായ രൂപത്തിൽ ശമ്പളം പറ്റുമ്പോ അനർഹമായ രൂപത്തിൽ പോക്കറ്റിലാക്കിയ 2 റിയാല് കൊണ്ട് നിന്റെ 2,000ന്റെ ബറക്കത്തും പോയി, 10,000ന്റെ ബറക്കത്തും പോയി. ഒരൊറ്റ ഒന്നിലും ബറക്കത്ത് കിട്ടൂല. പിന്നെ പറയട്ടെ, ഏൽപ്പിച്ച പണിയിൽ നിന്ന് ചുരുക്കിയിട്ട്, ഏൽപ്പിച്ച പണിയിൽ നിന്ന് കുറവ് വരുത്തിയിട്ട് ലാഭമുണ്ടാക്കുന്ന ഏർപ്പാട് പച്ച ഹറാമാണ്. എന്താ പണി? ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന പണിയാണ്. നല്ല കേറ്ററിംഗിന്റെ ഫുഡിന്റെ സർവീസാണ്. ഫുഡ് വെക്കുന്നവരൊന്നും എന്നോട് പ്രശ്നാക്കണ്ടട്ടോ, നല്ല പണിയാണ്. നല്ല നിലക്കാണെങ്കിൽ നല്ല പണിയാണ്, കെട്ട നിലക്കാണെങ്കിൽ കെട്ടതാണ്. ഇവനെന്താ പണി? ഏത് മന്തി ഉണ്ടാക്കി കൊടുക്കും. ഒട്ടക മന്തി ഉണ്ടാക്കും, ആടുമന്തി ഉണ്ടാക്കും, പോത്ത് മന്തി ഉണ്ടാക്കും. ഏത് മന്തി ഉണ്ടാക്കാനും ആള് ഉഷാറാണ്. അപ്പൊ ഒരു അറബിയത അവനെ സമീപിച്ചിട്ട് പറയുന്നു, എന്റെ മോന്റെ കല്യാണമാണ്, ഒരു 25 ആടിനെ കൊണ്ടുവന്നു തരാം, അതിനുള്ള റൈസും മന്തിയുടെ റൈസും കൊണ്ടുവരാം, നല്ലൊരു മന്തി നീ ഉണ്ടാക്കി തരണം. സുബ്ഹാനല്ലാഹ്, അവൻ പിറ്റത്തെ ദിവസമാകുമ്പോഴേക്ക് മന്തി റെഡിയാക്കി 25ന്റെ ബില്ലും കൊടുത്തു. 20 ആടേ വെട്ടി ശരിയാക്കിയിട്ടുള്ളൂ, 5 എണ്ണം മാറ്റി വെച്ചു. മറിച്ച് വിൽപ്പന നടത്താനാണ്, മന്തി ഉണ്ടാക്കാനാണ്. 25നുള്ള റൈസിന് 20 ആടിനെ മന്തിയാക്കി കൊടുത്തിട്ട് 25ന്റെ കാശ് വാങ്ങിയത് തെറ്റ്, 5 എണ്ണം പൊക്കിയത് തെറ്റ്, 25 എന്ന് പറഞ്ഞത് തെറ്റ്. എന്തെല്ലാം തെറ്റാണ് സഹോദരങ്ങളെ! സമ്പാദനം തീരെ ശരിയല്ല. കൂട്ടി നോക്ക് നിങ്ങൾ, എത്ര ആളുകൾ പണം പറ്റുന്നു. സുബ്ഹാനല്ലാഹ്, വിൽക്കാൻ പാടില്ലാത്തത് വിറ്റിട്ടുള്ള സമ്പാദ്യം പറ്റൂല. വിൽക്കാൻ പാടില്ലാത്ത വിറ്റിട്ടുള്ള സമ്പാദ്യം പറ്റൂല. ചെറുപ്പക്കാരോട് പറയട്ടെ, ഉമ്മമാരോട് പറയട്ടെ, മക്കളെ നന്നായി ശ്രദ്ധിക്കണം. ചെറുപ്പക്കാരെയും ശ്രദ്ധിക്കണം, ചെറുപ്പക്കാരികളെയും ശ്രദ്ധിക്കണം. അക്കൗണ്ടിൽ നല്ല ലാഭം വരുന്നുണ്ട്. 0 ബാലൻസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടാ തുടങ്ങിയത്. പക്ഷേ ഇപ്പൊ 16കാരന്റെ അക്കൗണ്ടിൽ ഒന്ന് അടിച്ചു നോക്കുന്ന സമയത്ത് തന്നെ 2 ലക്ഷമാണ്. എങ്ങനെയാ വരുമാനം കിട്ടിയത്? എങ്ങനെയാ ലാഭം കിട്ടിയത്? ഇവന് ചെറിയ പാക്കറ്റിന്റെ വിൽപ്പനയാണ്. കുട്ടികൾക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാക്കുന്ന പാക്കറ്റില്ലേ, ആ പാക്കറ്റ് ഇങ്ങനെ ചുളിവിലൂടെ വിൽപ്പന നടത്തിയിട്ട് ഒരു 2,500 1,500 ഓരോ ദിവസം ഇങ്ങനെ സമ്പാദ്യമാണ്. എന്താണ് കൊടുക്കുന്നത്? തനിച്ച ഹറാമാണ്. കുല്ലു മുസ്കിരിൻ ഖംറുൻ വ കുല്ലു ഖംദിൻ ഹറാം. മസ്താ
മത്താക്കുന്ന മുഴുവൻ വസ്തുക്കളുടെയും പേര്, ലഹരി ഉണ്ടാക്കുന്നതിന്റെ മുഴുവനും പേര് അത് ഖംർ എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്ത് യമനിൽ നിന്നൊരു സഹാബി വന്നിട്ട്, അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങളുടെ നാട്ടിൽ ചില ആളുകള് ചില വെള്ളത്തിൽ ചില വസ്തുക്കളൊക്കെ ചേർത്തിട്ട് 2-3 ദിവസം അതൊരു പാത്രത്തില്, ഒരു ഇരുമ്പിന്റെ പാത്രത്തില്, അതുപോലെ തന്നെ ചെമ്പിന്റെ പാത്രത്തില് ഒന്ന് സൂക്ഷിച്ചു വെച്ചതിന് ശേഷം പിന്നെ അത് എടുത്തിട്ട് കുടിക്കുന്നുണ്ട്. പലർക്കും അത് കുടിക്കാൻ കൊടുക്കുന്നുണ്ട്. അവര് പറയുന്നു അതിന് ഖംർ എന്ന് പറയാൻ പറ്റൂലെന്ന്. തങ്ങളെ ചോദ്യം, അഹുവ മുസ്കിറുൻ, അതിന് മസ്തുണ്ടോ, ലഹരി ഉണ്ടോ? സഹാബി പറഞ്ഞു, ഉണ്ട് നബിയേ, ഹുവ ഹറാം, അത് വിൽക്കുന്നതും കുടിക്കുന്നതും സംഭാവന കൊടുക്കുന്നതും സപ്ലൈ ചെയ്യുന്നതും ഒക്കെ ഹറാമാണ്. ചെറിയ പാക്കറ്റ് വിൽപ്പന നടത്ത ചുളിവില്, എന്നിട്ട് ഓരോ ദിവസവും 1200 1500 അക്കൗണ്ടിലേക്ക്. നഊദുബില്ലാഹ്. ഉപ്പമാരെ ഉമ്മമാരെ നല്ലോണം ശ്രദ്ധിക്കണം. ചെറിയ കണ്ണുകൊണ്ട് ശ്രദ്ധിച്ചാ പോരാ, വലിയ രൂപത്തിൽ തന്നെ ശ്രദ്ധിക്കണം. ഏതെങ്കിലും ഒരു ഭാഗത്ത് പശക് തോന്നിയാൽ കർക്കശമായി അന്വേഷിക്കണം. അല്ലെങ്കിൽ ആ ലഹരി മൂത്താലോ, സമ്പത്തിന് തടസ്സം നിന്നാലോ, ബാപ്പാനെ കൊല്ലാൻ മക്കൾക്ക് മടിയില്ല, ഉമ്മാനെ കൊല്ലുന്നതിന് മടിയില്ല. സമ്പത്തിന് വേണ്ടി ബാപ്പാനെയും നമ്മുടെ നാട്ടിൽ കൊന്നിട്ടുണ്ട്, വെല്ലിപ്പാനെയും കൊന്നിട്ടുണ്ട്, വെല്ലിമാനെയും കൊന്നിട്ടുണ്ട്, മക്കളെ വരെ കൊന്നു കളഞ്ഞിട്ടുണ്ട്. സമ്പത്തിന് വേണ്ടി കൊലപാതകങ്ങളുടെ കഥ വരാത്ത മെമ്പർമാര് ഇനി നമ്മുടെ നാട്ടിൽ ഇല്ലേ? ഇല്ല. അവരെ സമ്പത്തിന് നിങ്ങൾ തടസ്സമാണ് എന്ന് കുറെ കഴിഞ്ഞിട്ടാ അറിയുന്നതെങ്കിൽ, ബാപ്പയാണോ എന്റെ സമ്പത്തിന് തടസ്സം? എന്തിനാണ് ആ ബാപ്പ ഇനിയും കുറെ കാലം ജീവിക്കുന്നത്? ഏതായാലും 65 കുറക്കാലം ദുന്യാവിൽ ജീവിച്ചില്ലേ മതി. ബാപ്പാനെ വെട്ടിയങ്ങ് കശാബ് ചെയ്യും, ഉമ്മാനെ വെട്ടിയങ്ങ് കശാബ് ചെയ്യും. അതിനൊരു തടസ്സം വരൂല. അതിന് പ്രവർത്തിക്കുന്നത്, നടുവിൽ നിൽക്കുന്നത് കൂട്ടുകാരാണ്. അഖ്സ അബാഹു അഖ ഉമ്മഹു അദിനാ സ്വദീഖഹു അഖ്സ അബാ. ഉമ്മാനെ വെറുപ്പിക്കുന്നതിന്റെയും ബാപ്പാനെ അകറ്റുന്നതിന്റെയും നടുവില് ഒരു കാരണം മുത്തുനബി തങ്ങൾ പറഞ്ഞില്ലേ? അതിനാ സ്വദീഖഹു. ഫ്രണ്ട്സിന്റെ മാർഗം സ്വീകരിച്ചു, ഫ്രണ്ട്സിനെ അടുപ്പിച്ചു, അവര് പറയുന്നത് അങ്ങനെ അനുസരിച്ചു, അംഗീകരിച്ചു. വെട്ടിക്കോ എന്ന് പറയുമ്പോ വെട്ടി, ബാപ്പാനെയും ഉമ്മാനെയും വെട്ടി. സമ്പത്തിന് വേണ്ടിയിട്ട് സഹോദരങ്ങളെ അങ്ങനെ കൊലപാതകങ്ങൾ നടക്കുന്നു. അവിഹിതമായ സമ്പത്തിന് ബാപ്പ തടസ്സം എന്നറിയുമ്പോ ബാപ്പാനെ കൊന്നു കളയുന്നു, ഉമ്മാനെ കൊന്നേക്കുന്നു. അവിഹിത സമ്പാദം ഒരു ചെറിയ രൂപത്തിലാണെങ്കിൽ പോലും ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. അവിഹിത രൂപത്തിലുള്ള ഒരു സമ്പാദ്യവും പറ്റൂല. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മദീന മാർക്കറ്റിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോ അതേ ഗോതമ്പ് വിൽപ്പനക്ക് വെച്ചിട്ടുണ്ട് ഒരാള്. ഗോതമ്പ് വിൽപ്പനക്ക് വെച്ചിട്ടുണ്ട് ഒരു വീടിയക്കാരൻ. ഗോതമ്പ് ഇങ്ങനെ കുമിഞ്ഞ രീതിയിലാ വെച്ചിരിക്കുന്നത്. ആ ഗോതമ്പിന്റെ ഉള്ളിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് കൈയിട്ടു. അരി ഇങ്ങനെ കൂട്ടി വെക്കുന്നത് കണ്ടിട്ടില്ലേ? അതുപോലെ ഗോതമ്പ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഉള്ളിലേക്ക് തങ്ങളൊന്ന് കൈയിറക്കി നോക്കുമ്പോ, കൈ വലിച്ചു നോക്കുമ്പോ കയ്യിൽ നനവ് കാണുന്നു. ചോദിച്ചു, ഇതെന്താണ് നനവ്? ഒന്നുമല്ല നബിയെ, ഇന്നലെ മഴ പെയ്തപ്പോ നനഞ്ഞു പോയതാണ്. പിന്നെന്തിനാ ഉണങ്ങിയത് മേലയിട്ടത്? നനയാത്തത് എന്തിനാ മേലയിട്ടത്? ആളുകൾ വാങ്ങാനാണ്. അത് വേണ്ടല്ലോ, ജനങ്ങളോട് പറഞ്ഞാ പോരെ, ഇന്നലെ പെയ്ത മഴക്ക് നനഞ്ഞതാണ്. നിന്റെ വിശ്വസ്തത നോക്കിയിട്ട് അള്ളാഹു നിനക്ക് തരാനുള്ള കച്ചവടം ഹലാലായ രൂപത്തിൽ തന്നെ തരും. ഉള്ളിലൊന്ന് മറച്ചു വെച്ച് പുറത്ത് വേറൊന്ന് വെച്ച് വിൽപ്പന നടത്തിക്കൂടാ. ഉള്ളിലുള്ളത് ഡ്യൂപ്ലിക്കേറ്റ് ആണ്, പുറത്തതിന് വേഷം കിട്ടിയിരിക്കുന്നത് ഒറിജിനലാണ് എന്നാണ്. അങ്ങനെ പല വിൽപ്പനകളും നടക്കാറുണ്ട്. അതും തെറ്റാണ്, അതും ശ്രദ്ധിക്കേണ്ടതാണ്, അതും സൂക്ഷിക്കേണ്ടതാണ്. ഹലാലായ രൂപത്തിലുള്ള സമ്പാദ്യം അതിന് വലിയ ബറക്കത്താണ്. അതാണ് സ്വീകരിക്കേണ്ടത്. അതിന് ധാരാളം മാർഗങ്ങളുണ്ട്. മുസ്ലിം സമൂഹത്തിൽപ്പെട്ട ആളുകൾ മദ്യവിൽപ്പന നടത്തുകയോ, നഊദുബില്ലാഹ്, മയക്കുമരുന്ന് വിൽപ്പന നടത്തുകയോ എത്രമാത്രം വലിയ അപകടകരമാണ്, എത്രമാത്രം
എത്രമാത്രം വലിയ മോശത്തരമാണ്. അതിലൂടെയാണോ മക്കളെയും കുടുംബങ്ങളെയും വളർത്തേണ്ടത്? അതിലൂടെയാണോ സമ്പാദ്യത്തിന്റെ രാജാവായി നടക്കേണ്ടത്? ഒരിക്കലും അല്ലേ അല്ല. റബ്ബ് സുബ്ഹാനഹു വ തആല നിങ്ങളെ കൈകളിൽ ഏതെങ്കിലും ഒരു തരത്തിലുള്ള ചെറിയ ഒരു സമ്പത്ത് അല്ലാഹു നൽകിയിട്ടുണ്ടെങ്കിൽ വികസിപ്പിക്കാൻ ഹലാലായ മാർഗങ്ങൾ സ്വീകരിക്കുക. എന്നിട്ടതിന് വികസനം കൊടുക്കുക. അതിൽ ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്യുക. കച്ചവടം ചെയ്തിട്ട് തന്നെയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കുടുംബം പോറ്റിയത്. ആടുകളെയും ഒട്ടകങ്ങളെയും മേച്ചിട്ട് കിട്ടുന്ന കൂലിയിലാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കുടുംബം പോറ്റിയത്. കച്ചവടത്തിന്റെ മാർഗത്തിലൂടെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കുടുംബം പോറ്റിയത്. അതൊക്കെ ഹലാലായ രൂപത്തിലും മാർഗത്തിലുമാണ്. കൈപ്പേറിയ ഒരു വിഷയമോ പറ്റാത്ത രൂപഭാവമോ ഒന്നിലും സ്വീകരിച്ചുകൂടാ. പ്രത്യേകം ശ്രദ്ധിക്കണം, പ്രത്യേകം സൂക്ഷിക്കണം. സമ്പാദ്യം വരുന്നത് പൊതുമുതൽ കൈകാര്യം ചെയ്യുന്നത്, ഞാനത് പറഞ്ഞില്ല എന്ന് വേണ്ട, പൊതുമുതൽ കൈകാര്യം ചെയ്യുന്നിടത്ത് സൂക്ഷ്മതയുടെ നിറകണ്ണ് വേണം. ഒരൊറ്റ സംഗതി പൊതുമുതൽ നമ്മളെ കീശയിലായി പോയാൽ നഊദുബില്ലാഹ് ശിക്ഷ വളരെ കടുത്ത ഗൗരവം നിറഞ്ഞതാണ്. ഒരൊറ്റ പൊതുമുതലിന്റെ ഒരു ചെറിയൊരു കഷ്ണം അത് കൈക്കലാക്കിയതിന് എത്രമാത്രം വലിയ ശിക്ഷയാ കിട്ടുന്നത് എന്നാ പറഞ്ഞത്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖിദ്മത്ത് എടുക്കുന്ന ചെറുപ്പക്കാരൻ യുഖാലു ലഹു മിദ്അം. ആ ചെറുപ്പക്കാരന്റെ പേര് മിദ്അം എന്നാണ്. ഒരു യാത്ര കഴിഞ്ഞ് വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാഹനം നിർത്തിയപ്പോ വാഹനത്തിന്റെ മേൽഭാഗത്ത് ഒട്ടകത്തിന്റെ കൂടാരവും തണൽ കൊള്ളാനുണ്ടാക്കിയ കൂടാരവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപകരണങ്ങളും വസ്തുക്കളും ഒക്കെ എടുത്തു മാറ്റി വെക്കുമ്പോ ഉന്നം പിയച്ചൊരു അമ്പ് വന്നു. ഈ ചെറുപ്പക്കാരന്റെ ശരീരത്തിൽ തുളഞ്ഞു കയറി പെടഞ്ഞങ്ങ് മരിച്ചുപോയി. മരിച്ചപ്പോ സ്വഹാബത്ത് വന്നിട്ട് പറഞ്ഞു, ഹനി അല്ലക ബിശ്ശഹാദ, രക്തസാക്ഷിത്വം കിട്ടിയല്ലോ, വലിയ ഭാഗ്യവാനായല്ലോ. മുത്തുനബി തങ്ങളെ ഖിദ്മത്ത് എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണല്ലോ രക്തസാക്ഷിത്വം കിട്ടിയത്. ഖിദ്മത്തിലായിട്ട് തന്നെ മരിക്കാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ചെറിയ തൗഫീഖൊന്നുമില്ലല്ലോ. രക്തസാക്ഷിത്വം കിട്ടിയില്ലേ? ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് പറഞ്ഞു, നിർത്ത് പറച്ചിൽ അവിടെ നിർത്ത് എന്ന് പറഞ്ഞു. നിങ്ങൾക്കൊരു അമ്പ് ഇങ്ങനെ വന്ന് തറച്ച ആളിങ്ങനെ പഠിച്ചു മരിച്ചു എന്നല്ലേ നിങ്ങൾക്ക് അറിയുള്ളൂ. ഇന്ന ശംലത്തല്ലത്തി അഖദ മിൻ ഗനീമത്തി ഖൈബർ, ഖൈബറിലെ യുദ്ധാർജിത സ്വത്ത് വിഹിതം വെക്കുന്നതിന്റെ മുമ്പ് കൈക്കലാക്കിയ ഒരു പുതപ്പ് ലതസ്തഇലു അലൈഹി നാറാ, ഈ ചെറുപ്പക്കാരന്റെ മേല് തീ കൊണ്ടിങ്ങനെ പൊതിഞ്ഞിട്ടുണ്ട്, ആകെ ചുറ്റിയിട്ടുണ്ട് നരകത്തിലെ തീ കൊണ്ട്. ഒരു പുതപ്പ് യുദ്ധാർജിത സ്വത്ത് വിഹിതം വെക്കുന്നതിന്റെ മുമ്പ് പൊതുമുതലാണ്. എന്തിനാ ഞാൻ അത് പറഞ്ഞെന്നറിയോ? എല്ലാവരും ശ്രദ്ധിക്കാൻ വേണ്ടി. കൂടുതൽ പറയാനറിയില്ല, ഒറ്റ വിഷയം കൂടി പറയട്ടെ. നിങ്ങൾക്ക് അർഹതപ്പെടാത്ത പൊതുമുതൽ കൈക്കലാക്കരുത്. കേരളത്തിന്റെ സാഹചര്യം അനുസരിച്ച് നീലക്കാർഡ്, നീലല്ലേ കാർഡ്, നീലക്കാർഡ്, വെള്ളക്കാർഡ്, ചുവപ്പുണ്ടോ? എനിക്കറിയില്ല, ചുവപ്പുണ്ടോ? ചുവപ്പ് അല്ലേ, ചുവപ്പ് കാർഡ്. ഇതിന് വെള്ളക്കാർഡിന് അർഹതയുള്ള ഒരാള് ഏറ്റവും തോനെ കിട്ടുന്ന ഏതാ? ചോപ്പാ, നീലേ? ചുവപ്പ് പറ്റിയാൽ അത് ശരിയാവുന്ന അല്ല നിങ്ങളുടെ അഭിപ്രായം? എന്താ അഭിപ്രായം? നമുക്കൊരു അഭിപ്രായമില്ലേ? എല്ലാരും പോയി ചുവപ്പ് വാങ്ങിക്കൊള്ളു. ഓരോ തസ്തികണ്ട്. പക്ഷെ എല്ലാരും ആഗ്രഹം കിട്ടുന്നിടത്തെല്ലാരും മിസ്കിമാര്, കിട്ടുന്നിടത്തെല്ലാരും മിസ്കിമാര്, കൊടുക്കുന്നിടത്തെല്ലാരും ഫക്കീർമാരും. അങ്ങനെ ആയാലെങ്ങനെ? അല്ലാഹു തആല എന്തിനാ ഈ സമ്പത്ത് തന്നത്? നല്ലവർക്ക് ഉപയോഗിക്കാനല്ലേ? അല്ലേ? പൂഴ്ത്തി വെച്ചിട്ട് അട്ടിക്കട്ടിക്ക് വെച്ചിട്ട് തീ കൊടുക്കാനാ? അല്ലെങ്കിൽ കുറെ ആൾക്കാരെ മുന്നിൽ എനിക്ക് ഇത്രയുണ്ട് എന്ന് പറയാനാ? ഹലാലായ രൂപത്തിൽ അന്തസ്സോടെ ജീവിതം നയിക്കാനാ? ഫർളും വാജിബും സുന്നത്തൊക്കെ നിർവഹിക്കാനുള്ള ഒരു സഹായിയാണത്. അവിടെ നിങ്ങൾക്ക് അർഹതപ്പെടാത്ത രീതിയിലാണോ നിങ്ങൾ വാങ്ങുന്ന അരി? പറ്റില്ല, തെറ്റാണ്. കുടുംബത്തെ തീറ്റിക്കുന്നതും തെറ്റാണ്. തെറ്റായ സമ്പാദ്യം മുതൽ വന്നാൽ അമലുകളൊന്നും സ്വീകരിക്കൂല. തെറ്റായ രീതിയിലുള്ള ഭക്ഷണമാണോ കഴിക്കുന്നത്, സ്വാലിഹായ അമലായി കിട്ടൂല. അമല് സ്വാലിഹാകണോ? ഉണ്ണുന്നത് കഴിക്കുന്നത് കഴിക്കാൻ കൊടുക്കുന്നത് ഹലാലാകണം. പടച്ച റബ്ബ് പറഞ്ഞ നിയമമാണ്, എന്റെ വകയല്ല. യാ അയ്യുഹർ റസൂലു കുലൂ മിനത് ത്വയ്യിബാതി വഅമലൂ സാലിഹാ. ലോകത്തെ ഏറ്റവും വലിയ മഹാന്മാര് മുർസലീങ്ങളാണ്.
313 മുർസലീങ്ങളെ വിളിച്ച് അള്ളാഹുവിന്റെ അഭ്യർത്ഥന, മുർസലീങ്ങളെ ഹലാലായത് മാത്രമേ ഭക്ഷിക്കാവൂ, വഅമലൂ സ്വാലിഹാ, എന്നിട്ട് നിങ്ങൾ സുകൃതങ്ങൾ അനുഷ്ഠിക്കണം. അതേ രൂപത്തിലുള്ള നിർദ്ദേശം മുഅ്മിനീങ്ങളോടും അല്ലാഹ് ചെയ്തിട്ടുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ കുലൂ മിൻ ത്വയ്യിബാതി മാ റസഖ്നാകും വഷ്കുറൂ ലില്ലാഹി ഇൻ കുൻതും ഇയ്യാഹു തഅബുദൂൻ. മുഅ്മിനീങ്ങളെ ഹലാലായതിൽ നിന്ന് ഭക്ഷിക്കണം, എന്നിട്ട് അല്ലാഹു തആലാക്ക് ശുക്ർ ചെയ്യണം. ശുക്രായി മാറണമെങ്കിൽ അതിന് പ്രധാനമായും ഉള്ളൊരു സംഗതിയാണ് കഴിക്കുന്നത് ഹലാലാകണം. നല്ലോണം ശ്രദ്ധിക്കേണ്ട, സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണത്. പറ്റാത്ത രീതിയിലുള്ളത് പോയിട്ടങ്ങ് സ്വീകരിച്ചുകൂടാ. സഹോദരങ്ങളെ, വേറെ ചില വകുപ്പിൽ നിങ്ങൾക്ക് സ്കോളർഷിപ്പ്, മക്കൾക്ക് പഠനത്തിന് സ്കോളർഷിപ്പ്, വരുമാനം അതിലെഴുതി കുറിക്കണം. 30,000 വരുമാനമുള്ള ഒരാള്, 3 ലക്ഷം വരുമാനമുള്ള ഒരാള് അതാ എഴുതുമ്പോ ഫക്കീറാകുന്നു. വരുമാനം കടലാസിൽ 3000 എഴുതുന്നു. വാർഷിക വരുമാനം 3000 എഴുതുന്നത് ശുദ്ധ അസംബന്ധമല്ലേ? തൊണയല്ലേ? അല്ലാഹ് തന്ന നിയമത്ത് മറക്കലല്ലേ? എന്താ ചിന്തിക്കാത്തത്? എന്താ ആലോചിക്കാത്തത്? 1000 രൂപക്ക് വേണ്ടി, 500 രൂപക്ക് വേണ്ടി പടച്ച റബ്ബ് തന്ന നിയമത്ത് കളവാക്കുകയോ? വാർഷിക വരുമാനം 3 ലക്ഷം തന്നിട്ട് നീ കടലാസിൽ എഴുതി വെക്കുന്നു. എത്ര വാപ്പ എഴുതേണ്ടത്? ഒരു 3000 എഴുതിക്കോ, അല്ലാതെ അത് കിട്ടൂല മോനെ. സ്കോളർഷിപ്പ് 3 ലക്ഷം എഴുതിയ ആൾക്ക് സ്കോളർഷിപ്പ് കിട്ടുമോ? അവിടെ എഴുതി കൊടുക്കുന്നു 3000. ആരെ മറന്നിട്ടാ എഴുതുന്നത്? അല്ലാഹു തആല തന്ന മൊത്തം മറന്നോ? എല്ലാം മറന്നുപോയോ? അരുത്, അരുത്. അങ്ങനെ ഒന്നും സമ്പാദിക്കരുത്. അർഹതയുള്ളത് മാത്രം സമ്പാദിക്കണം. ധനസമ്പാദനത്തിന്റെ മാർഗത്തിൽ നന്നായി ശ്രദ്ധിക്കണം. നന്നായി സൂക്ഷിക്കേണ്ട മേഖലയാണ്. ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നമ്മൾ സൂക്ഷിക്കണം. കിട്ടുന്നിടത്തല്ലേ ഉസ്താദേ, പിന്നത് പരിഹരിക്കാൻ വേണ്ടി കുറച്ചങ്ങോട്ട് കൊടുത്താ പോരെ? ഇനി കൊടുക്കുന്നതോ ഈ രൂപത്തിൽ നിന്നല്ലേ, പിന്നെങ്ങനെ സ്വീകരിക്കുന്നത്? ഈ സമ്പാദ്യത്തിൽ നിന്നല്ലേ കൊടുക്കുന്നത്, പിന്നെങ്ങനെ അല്ലാഹ് കബൂലാക്കുന്നത്? സഹോദരങ്ങളെ, ധനസമ്പാദനത്തിൽ, വിനിയോഗത്തിൽ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഫർളായ ഒരു വിനിയോഗമുണ്ട്. ആ വിനിയോഗം ആദ്യമായി ശ്രദ്ധിക്കണം. അത് സക്കാത്താണ്. അല്ലാഹുവിന്റെ പൊരുത്തം വിചാരിച്ച് നിങ്ങൾ കൊടുക്കുന്ന സക്കാത്ത്, അതുകൊണ്ട് സമ്പത്ത് കുറയും എന്ന് കരുതരുത്. അവർക്ക് സമ്പത്ത് വർധനവ് ലഭിക്കുന്നവരാണ്. സമ്പത്ത് അല്ലാഹു ഇങ്ങനെ ഇരട്ടി ഇരട്ടി ഇരട്ടിയാക്കി തരും. ദുനിയാവ് തന്നെ വർദ്ധിപ്പിച്ചു തരും, ആഖിറത്തിലുള്ളത് വേറെ. ദുനിയാവ് തന്നെ സക്കാത്ത് കൊടുക്കുമ്പോ സമ്പത്ത് അല്ലാഹു ഇങ്ങനെ കൂട്ടി കൂട്ടി തരും. പക്ഷേ സക്കാത്തിന്റെ വിഹിതം അനുസരിച്ച് കൊടുക്കാൻ പിശുക്ക് കാണിക്കരുത്. കോടിക്കണക്കിന് സ്വത്തിന്റെ ഉടമയായിരുന്നു ഖാറൂൻ. സക്കാത്ത് കൊടുക്കാൻ മടി കാണിച്ചു. വിവരം കുറഞ്ഞ ആളൊന്നും അല്ല, നല്ല വിവരസ്ഥനാണ്. മൂസാ നബിയും ഹാറൂൻ നബിയും അലൈഹിമസ്സലാം, അവര് കഴിഞ്ഞാൽ ബനി ഇസ്രായേലിൽ തൗറാത്തിൽ നല്ല പാണ്ഡിത്യമുള്ള ആളാണ് ഖാറൂൻ. മൂസാ നബി അലൈഹിസ്സലാമിന്റെ കുടുംബക്കാരനാണ്, ഉമ്മാന്റെ സഹോദരിയുടെ മോനും കൂടിയാണ്. ആ ഖാറൂൻ എന്താ ചെയ്തത്? കൊടുക്കാൻ വേണ്ടി അല്ലാഹു തആല ഇഷ്ടം പോലെ സമ്പത്ത് കൊടുത്തു. ഖാറൂനിന് കൊടുത്ത സമ്പത്തിന്റെ ഒരു ചെറിയ ഭാഗം നമുക്ക് അല്ലാഹ് തന്നിട്ടുണ്ടാകുമോന്ന് അറിയില്ല. എത്ര ഖാറൂന് കൊടുത്തത്? അതിന്റെ എണ്ണം കണക്ക് പറയാതെ അല്ലാഹു തആല പറഞ്ഞത് അങ്ങനെയല്ലേ? മാ ഇന്ന മഫാത്തിഹു ലതനൂ ബിൽ ഉസ്ബതി ഉലിൽ ഖുവ്വാ വആതൈനാഹു മിനൽ കുനൂസ്. ഖാറൂന് നമ്മൾ ധാരാളം നിധിശേഖരങ്ങൾ കൊടുത്തു. എത്ര നിധിശേഖരങ്ങൾ? നല്ല ശക്തിയുള്ള ഒട്ടകങ്ങൾക്ക് ചുമക്കാവുന്ന താക്കോൽ കൂട്ടങ്ങളുണ്ട്. ഒരൊട്ടകത്തിന്റെ പുറത്ത് തന്നെ താക്കോല് വെക്കുകയാണെങ്കിൽ അത് എത്ര ടന്നുണ്ടാകും? ഒരൊട്ടകം തന്നെ താക്കോല് മാത്രം ചുമക്കുകയാണെങ്കിൽ എത്രയുണ്ടാകും? അതിന്റെ കണക്ക് പറഞ്ഞപ്പോ 100 ഒട്ടകം എന്ന് പറഞ്ഞവരുണ്ട്. അധികം കണക്ക് പറഞ്ഞത് 1000 ഒട്ടകം എന്ന് പറഞ്ഞവരുണ്ട്. ഇരിക്കട്ടെ, ചെറിയൊരു കണക്കെടുക്ക. ഒരു 10-20 ഒട്ടകം, ഒരു 20 ഒട്ടകത്തിന്റെ പുറത്ത് താക്കോല് ചുമക്കാൻ മാത്രമുണ്ടെങ്കിൽ ഖജനാവിലുള്ളതിന്റെ കണക്ക് എത്രയാണ് എന്ന് കണക്ക് കൂട്ടാൻ പറ്റുമോ? അത്രയും അധികം നിധിശേഖരങ്ങള്, സ്വർണവും വെള്ളിയും
ദിർഹമും ദീനാറുമായിട്ട് അല്ലാഹു കൊടുത്തിട്ടുണ്ട്. പക്ഷേ സക്കാത്തിന്റെ കണക്കനുസരിച്ച് ചെറിയൊരു അംശം കൊടുക്കാൻ മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞപ്പോ കൊടുക്കാതെ മൂസാ നബിയെ വഷളാക്കി. ജനങ്ങൾക്ക് മുന്നിൽ സ്റ്റേജ് കെട്ടിയിട്ട് ആളുകളെ ഒരുമിച്ച് കൂട്ടിയിട്ട് മധുര 17കാരിയായ ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് മൂസാ നബി അലൈഹിസ്സലാമിന്റെ പേരിൽ വ്യഭിചാര ആരോപണം ഉന്നയിച്ചു. ആരാണ് ഉന്നയിച്ചത്? ഖാറൂന് തന്നെ. ഖാറൂനെ പെണ്ണിനെ കൊണ്ട് പറയിപ്പിച്ചപ്പോ മൂസാ നബി അലൈഹിസ്സലാം ആ സ്റ്റേജിന്റെ മുന്നിലെത്തി. മൂസാ നബി അലൈഹിസ്സലാമിന്റെ അനുയായികളിൽപ്പെട്ട ഒരാൾ റിപ്പോർട്ട് കൊടുത്തു, നിങ്ങളെ പറ്റി ഇങ്ങനെ ഒരു ആരോപണത്തിന്റെ കഥ ഖാറൂന് മുതലാളി ആളുകളൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ട് ഇങ്ങനെ നടത്തിയിട്ടുണ്ട്. മൂസാ നബി അലൈഹിസ്സലാം അവിടെ ഹാജരായിട്ട് ആ പെണ്ണിന്റെ നേർക്ക് നേരെ നോക്കിയിട്ട് ചോദിച്ചു, പെണ്ണേ, നീ പറഞ്ഞ മൂസാ നബിയെ നീ കണ്ടിട്ടുണ്ടോ? എവിടെ വെച്ചാ നീ കണ്ടത് എന്നൊന്ന് പറയുമോ? പെണ്ണ് ചോദിച്ചു, നിങ്ങളാണോ മൂസ? അതെ, ഞാനാണ് മൂസ, കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം. എന്നെ നീ കണ്ടിട്ടുണ്ടോ? പെണ്ണ് പറഞ്ഞു, നിങ്ങളെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. പിന്നെന്തിനാ എന്റെ പേരിൽ ഇല്ലാത്തത് പറഞ്ഞത്? ഈ നിൽക്കുന്ന ഖാറൂന് എനിക്ക് കൊട്ടാരത്തിൽ ഒരു വിഹിതം തരാമെന്ന് പറഞ്ഞു, എന്നെ ഇണയായി സ്വീകരിക്കാമെന്ന് പറഞ്ഞു. കൈ നിറയെ കാല് നിറയെ കഴുത്ത് നിറയെ ആഭരണങ്ങളെ കൊണ്ട് എന്നെ നിറച്ച് എന്നെ അങ്ങോട്ട് പ്രലോഭിപ്പിച്ചു. അങ്ങനെ ഞാൻ പറഞ്ഞു കുടുങ്ങിപ്പോയതാണ്. മൂസാ നബി അലൈഹിസ്സലാം ഒരു മാനക്കേട് ഖാറൂന് വരുത്താനുള്ള കാരണം സക്കാത്തിന്റെ ഒരു നിയമത്തിൽ നിന്ന് മൂസാ നബി അലൈഹിസ്സലാമിനെ പിന്തിരിപ്പിക്കാനാണ്. കുറഞ്ഞ ഒരു ശതമാനം കൊടുക്കാൻ പറഞ്ഞു. അതിന് കാണിച്ച പിശുക്കാണ്. ധനവിനിയോഗത്തിൽ കാര്യമായി ശ്രദ്ധിക്കേണ്ട ഒന്നാണ് സക്കാത്ത് എന്ന് പറഞ്ഞാൽ. റമളാന്റെ അവസാനത്തെ 10 ആകുമ്പോൾ കുറെ ചില്ലറെടുത്ത് വെച്ച് വലിയ ആൾക്കാർ വരുമ്പോൾ 100 റുപ്യ, കുറച്ചുകൂടി വലിയ ആളെ വരണമെങ്കിൽ വയസ്സായ താടിയൊക്കെ നിറച്ച ആളെ വരണമെങ്കിൽ 500 റുപ്യ, കുട്ടികളെ വരണമെങ്കിൽ 50, പിന്നെയും കുട്ടികളാണെങ്കിൽ 20, പിന്നെ പറ്റ ചെറിയ കുട്ടികളാണെങ്കിൽ ഒരു 10ന്റെ കോയിൻസ് ഒരു 5 റുപ്യ. അതല്ല സക്കാത്ത്. അത് റമളാൻ സ്വതക്ക എന്ന് അതിന്റെ പേര്. റമളാനിൽ കൊടുക്കുന്ന സ്വതക്ക എന്നാണ്. അതിന് കൂലിട്ടും കൊടുത്തോളി, കുഴപ്പമൊന്നുമില്ല. സക്കാത്ത് എന്ന് പറഞ്ഞ കണക്കനുസരിച്ച് അർഹതപ്പെട്ട ആളുകളിലേക്ക് ഇന്നമസ്സദഖാതു ലിൽ ഫുഖറാഇ വൽ മസാകീനി വൽ ആമിലീന അലൈഹാ വൽ മുഅല്ലഫതി ഖുലൂബുഹും വഫിർ റിഖാബി വൽ ഗാരിമീന വഫീ സബീലില്ലാഹി വബിനിസ് സബീലി ഫരീളതൻ മിനല്ലാഹ്. 8 വിഭാഗം ആളുകളെ പറഞ്ഞിട്ടുണ്ട്. നാട്ടിൽ എത്തിക്കപ്പെടുന്ന ആൾക്കാർ ഏറ്റവും ചുരുങ്ങിയ 4 എണ്ണെങ്കിലും ഉണ്ടാകും. ഫക്കീർ നാട്ടിലുണ്ടാവും അല്ലേ? ഫക്കീർ നാട്ടില്ലേ? ഇവിടെ ഒറ്റ ഫക്കീറില്ല, അല്ലെങ്കിൽ വലിയ വർക്കത്ത് തന്നെയാണ്. എല്ലാവരും സക്കാത്ത് കൊടുക്കുന്ന ആൾക്കാരുടെ ഫക്കീർ ഇല്ലാതായി പോയിണ്ടോ? ഫക്കീർ നാട്ടിലുണ്ട്, മിസ്കിനും നാട്ടിലില്ലേ? മിസ്കിനും നാട്ടിലുണ്ട്. ആരസ്താതെ ഫക്കീറും മിസ്കിനൊക്കെ മനസ്സിലാക്കാൻ വലിയ പ്രയാസമല്ലേ? ഒരു ദിവസത്തെ ചെലവിന്, ഒരു വീട്ടിൽ ഒരു ദിവസത്തെ ചെലവിന് ഏകദേശം ഒരു 200 വേണ്ടിടത്ത് ഒരു 100 ഒക്കുന്ന ആള്, അതാണ് ഫക്കീർ. 200 വേണ്ടിടത്ത് ഒരു 150 ഒക്കും, ഒരു 50 മിച്ചം വരുള്ളൂ. അതൊക്കെ പിന്നെ അങ്ങനെ ഇങ്ങനെ അങ്ങോട്ട് ഒപ്പിക്കാൻ പറ്റും. അതാണ് മിസ്കീൻ. ഫക്കീർ കുറച്ച് നല്ലോണം കുറവുള്ള ആളാണ്. മിസ്കീന് അത്ര കുറവില്ലെങ്കിലും ഒപ്പിച്ചങ്ങനെ മുന്നോട്ട് പോകുന്ന ആളാണ്. മൂന്നാമത് പറയുന്ന കക്ഷി ഏതായാലും ഉണ്ടാകും. ഗാരിമ്, കടക്കാരൻ ഉണ്ടാവില്ലേ? അതുണ്ടാകും. നല്ല നിലക്ക് മോളെ കെട്ടിക്കാൻ വേണ്ടി കുറച്ച് നല്ല നിലക്ക് തന്നെ പരിശ്രമിച്ചിട്ട് കുറച്ച് കടം വന്നു. നല്ല ഒരു ജോലി ഉദ്ദേശിച്ച് കുറച്ച് ആൾക്കാരെ നിന്ന് കടം വാങ്ങിയിട്ട് നല്ലൊരു കച്ചവടം തുടങ്ങിയത് പൊട്ടിപ്പോയി. വരാലോ, സംഭവിക്കാലോ. അയാളൊന്നും സംഭവിച്ചാലോ. പക്ഷെ 1-2 ആൾക്കാർ ചെറിയ കൃത്രിമൊക്കെ നടത്തിയിട്ട് ഇയാളെ പറ്റിച്ചുപോയി. അങ്ങനെ ഇയാൾ കടക്കാരനായി, സാധുവായി കുടുങ്ങിപ്പോയി. അങ്ങനെ എത്ര ആൾക്കാരുണ്ട്? അല്ലെങ്കിൽ രോഗത്തിന് ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് അങ്ങനെയും പലർക്കും ചികിത്സക്ക് വേണ്ടി കടം വാങ്ങിയ ആൾക്കാരില്ലേ? കടക്കാരുണ്ട്. നല്ല നിലക്ക് തന്നെ കുറച്ച് ഒരു വീട് വെക്കാൻ വേണ്ടി സ്ഥലമൊക്കെ വാങ്ങി വീടൊക്കെ ഉണ്ടാക്കി പണി അങ്ങ് തീർന്നു നോക്കുമ്പോൾ കുറച്ച് ബാധ്യത വന്നു. വലിയ വീടൊന്നല്ല, ഒരു പാകത്തിനുള്ള വീട്, അതിലും കടം വന്നു, കടക്കാരനാവും. പാകത്തിന് അയാൾക്കുള്ള കുടുംബത്തിന് ഒരു 5-6 അംഗ കുടുംബം ഉണ്ടെങ്കിൽ ജീവിക്കാൻ വേണ്ടിയുള്ള ഒരു വീട് ഉണ്ടാക്കിയതാണ്. വലിയൊരു ഒന്നായിട്ടുള്ള വീടല്ല, ഒരു പാകത്തിന് ഉണ്ടാക്കിയതാണ്. പക്ഷെ അതന്നെ ബാധ്യത വന്നു, കടക്കാരനാണ്, കൊടുക്കണം. ഇങ്ങനെ വിവിധ രൂപത്തിൽ ഹലാലായ മാർഗത്തിൽ തന്നെ കടം വന്ന കടക്കാര് നാട്ടിലുണ്ട്. മൂന്നാമത്തൊരു വിഭാഗം അതാണ്. നാലാമത്തൊരു വിഭാഗം മുഅല്ലഫത്തുൽ ഖുലൂബ്, പുതുമുസ്ലിങ്ങളാണ്. അവരുണ്ടാകും, പല നാട്ടിലുണ്ടാകും. പുതുമുസ്ലിങ്ങളായ ആൾക്കാർ, ഇസ്ലാമിലേക്ക് വന്ന ആൾക്കാരുണ്ടാകും. അവർക്കും സഹായിക്കണം. പുതുമുസ്ലിമായി എന്നുള്ള പേരിലുള്ള ഒരു ബഹുമാനം തന്നെയാണ്, അത് കൊടുക്കണം, ഒരു വകുപ്പ്. അഞ്ചാമതൊരു കൂട്ടർ ആൾക്കാർ പിന്നെ പറയാൻ പറ്റിയവരുണ്ടെങ്കിൽ യാത്രക്കാരായ ആൾക്കാർ, ഹലാലായ യാത്ര ഉദ്ദേശിച്ച് നിൽക്കുന്ന ആളാണ്.
ഗൾഫിലൊക്കെ പോകാൻ കുറെ ഇങ്ങനെ അധ്വാനിച്ച് റെഡിയാക്കി ഇപ്പം ഇങ്ങനെ അവിടുന്ന് ഇവിടുന്നൊക്കെ വാങ്ങിച്ച് വിസക്കന്നെ കൊടുത്തിട്ടുണ്ട്. ഒരു 2 ലക്ഷം അവിടുന്ന് ഇവിടുന്നൊക്കെ ഒപ്പിച്ച് എളാപ്പാൻ്റെ ഒക്കെ 50,000 മറ്റൊക്കെ കൊണ്ട് വാങ്ങി ഒപ്പിച്ച് കൊടുത്താണ്. ആ യാത്രക്കാരൻ പോകാൻ ഉദ്ദേശിക്കുന്ന സമയത്താണ് നമുക്ക് സക്കാത്ത് നിർബന്ധമായ ടൈമായെങ്കിൽ ഒരു വിഹിതം അയാൾക്കുള്ളതാണ്. ഹലാലായ യാത്ര ഉദ്ദേശിക്കുന്ന ഒരാൾ, ഇനി പഠനത്തിന് വേണ്ടി യാത്ര പോകുന്ന ആളാണ് ശരി, ഇവിടുന്ന് ചെന്നൈയിലേക്ക് പഠിക്കാൻ വേണ്ടി പോകുന്ന ഒരാളാണ്, ചിലവ് ഒരുപാട് ഉണ്ടാവില്ലേ, ഉണ്ടാവും, അയാളും യാത്രക്കാരൻ തന്നെയാണ്, ഒഴിവാക്കണ്ട, അയാൾക്കും കൊടുക്കാം. അങ്ങനെ ഹലാലായ യാത്ര ഉദ്ദേശിക്കുന്ന യാത്രക്കാരൻ, ഇയാൾക്ക് സക്കാത്ത് നിർബന്ധമായ ടൈമിൽ അയാൾ യാത്രക്കാരനാണ്, യാത്ര ഉദ്ദേശിക്കുന്ന അതിനുവേണ്ടി ഒരുങ്ങി നിൽക്കുന്ന ആള്. അങ്ങനെയുള്ള യാത്രക്കാർ, ഇങ്ങനെയുള്ള ഈ 5 വിഭാഗത്തിൽപ്പെട്ട ഏറ്റവും ചുരുങ്ങിയത് ഒരു നമ്പറിൽപ്പെട്ട 3 ആൾക്കാർ, ഫക്കീർ 3, മിസ്കീൻ 3, കടക്കാരൻ 3, ചുരുങ്ങിയ കണക്കാ പറഞ്ഞത്. ഏറെ സമ്പത്ത് കൊടുക്കാനുണ്ടെങ്കിൽ കുറച്ചുകൂടി ആളെ കൂട്ടാ, എന്നിട്ട് കൊടുക്കാം. ചുരുങ്ങിയൊരു കണക്കിൽ കൊടുക്കാനുള്ളതിൽ നിന്ന് ഇങ്ങനെ തെരഞ്ഞെടുത്ത് കൊടുക്കണം. ഏറ്റവും ചുരുങ്ങിയ കണക്ക് ഒരു 3 ഈച്ചായിട്ട് ആൾക്കാർ കൊടുക്കണം. അത് നിങ്ങൾക്ക് കൊടുക്കാനുള്ള സക്കാത്തിന്റെ തുക എത്രേ? ഇയാൾക്ക് സക്കാത്തിന്റെ തുക കൊടുക്കാനുള്ള ചെറിയ തുകയാണ് അല്ലാഹു തആല വെച്ചിരിക്കുന്നത്, വലുതൊന്നുമില്ല. 1 ലക്ഷത്തിന് ഇപ്പോൾ 2.5% എന്ന് പറഞ്ഞാൽ 1 ലക്ഷത്തിന് 2.5% എത്ര? 2,500 അല്ലേ? അതെ. ഒരാൾക്ക് ഇങ്ങനെ കൂട്ടി നോക്കുമ്പോ അയാളുടെ കയ്യിൽ ഒരു 10 ലക്ഷം ഉണ്ട്, ഒരു കൊല്ലം ഡെപ്പോസിറ്റ് ചെയ്താണ്, ഡെപ്പോസിറ്റ് ചെയ്ത് കുഴപ്പമൊന്നുമില്ല, അയാളൊരു ആവശ്യത്തിന് വേണ്ടി ഡെപ്പോസിറ്റ് ചെയ്താണ്, മുറാദ് നടന്നിട്ടില്ല, കൊല്ലം ഒന്ന് മാറി, സക്കാത്തിന് നിർബന്ധം ഇവിടെ വന്നു, അയാൾ കൊടുക്കണം സക്കാത്ത്. ഒരു 10 ലക്ഷം കയ്യിലുണ്ടെങ്കിൽ എത്ര തോന്ന സംഖ്യ ഒന്നും ആവില്ലല്ലോ, എത്രയാകുള്ളൂ? ആകെ ഒരു 25,000 ആകുള്ളൂ. ആ പറഞ്ഞ 25,000 ഇപ്പറഞ്ഞ 5 വിഭാഗങ്ങളിൽപ്പെട്ട 4 വിഭാഗങ്ങളിൽപ്പെട്ട 3 ആളുകളിലേക്ക് വിഹിതം വെച്ച് ഓരോരുത്തർക്കും വെക്കുന്ന വിഹിതം കറക്റ്റായി, വ്യക്തികൾക്കനുസരിച്ച് വിഹിതത്തിന് വ്യത്യാസം വരുന്നെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഫക്കീറിന് വെക്കുന്ന വിഹിതവും മിസ്കീന് വെക്കുന്ന വിഹിതവും 25,000 ആണെങ്കിൽ ഓരോരുത്തർക്കും 5,000 വീതം വെച്ചു. ഒരാൾക്ക് 2,000 കൊടുത്തു, മറ്റേ ആൾക്ക് 1,500 കൊടുത്തു, മറ്റേ ആൾക്ക് 1,500 കൊടുത്തു. അങ്ങനെ വ്യത്യാസപ്പെടുത്തുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ വിഭാഗത്തിന് വെക്കുന്ന വിഹിതം സമമാകണം. അങ്ങനെ വ്യക്തികൾക്ക് വ്യത്യാസപ്പെടുത്തി കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ സക്കാത്ത് കൊടുക്കണം. അത് പ്രധാനമായും വിനിയോഗ മാർഗത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണ്. ഒരു കച്ചവടക്കാരൻ നാട്ടിൽ കച്ചവടം ചെയ്യുന്നുണ്ട്, ഹലാലായ കച്ചവടമാണ്. അയാൾ കച്ചവടം തുടങ്ങി റജബ് 1-ന്. അടുത്ത കൊല്ലം അയാൾക്ക് ജമാദുൽ ഉഖ്റ മാസം 30 ആകുമ്പോ 1 വർഷമായി അല്ലെ? ജമാദുൽ ഉഖ്റ കഴിഞ്ഞ അടുത്ത റജബൽ 30 ആയി, 1 വർഷമായി. 1 വർഷമാകുമ്പോൾ അയാൾ പീടികയിലുള്ള വസ്തുക്കളൊക്കെ കണക്കൂട്ടി നോക്കി. കണക്കൂട്ടാൻ ഇത്ര പ്രയാസം ഉണ്ടോ? ഒന്നിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നിൽക്കാതെ തന്നെ കണക്ക് വരൂലേ? കമ്പ്യൂട്ടറല്ലേ എല്ലാം, അങ്ങോട്ട് ഇത്ര സാധനങ്ങൾ കൊണ്ടുവന്നു, ഇത്ര സാധനങ്ങൾ വിറ്റു, കണക്കൊക്കെ അതിലുണ്ടല്ലോ, ഓരോ ദിവസം കണക്കൂട്ടൽ. ഒന്ന് സ്റ്റോക്ക് അയാൾ ഇങ്ങനെ കൂട്ടി നോക്കുമ്പോൾ ചെറിയ കട, വലിയ കട എന്നല്ലോ, വലിയ കട അനുസരിച്ച് കൂട്ടിക്കൊള്ളു. ചെറിയ കടയിൽ കണക്കിങ്ങനെ കൂട്ടി നോക്കുമ്പോൾ അയാളെ കടയിൽ വിൽക്കാനുള്ള വസ്തുക്കൾ മൊത്തം കൂട്ടി നോക്കുമ്പോൾ ഒരു 4 ലക്ഷം രൂപയുടെ വസ്തുക്കളുണ്ട്. 4 ലക്ഷം രൂപന്റെ വസ്തുക്കൾ ഉണ്ടാകാൻ അത്ര വലിയ കട വേണോ? വലിയ കട വേണോ? നിങ്ങൾ കടക്കാരുണ്ടെങ്കിൽ വരും, ഞാൻ കൂട്ടിത്തരാം. ചെറിയ കട മതി അതിന്. 4 ഈ സ്റ്റേജിന്റെ വലിപ്പമൊന്നും വേണ്ട, 4 ലക്ഷത്തിന്റെ വസ്തുക്കൾ സൂക്ഷിക്കുന്ന കടയാകാന്. ചെറിയ കട മതി. കാരണം മുമ്പത്തെ പോലല്ല ഇപ്പൊ വസ്തുക്കൾക്ക് വില കൂടുതലാ പലതിനും അല്ലെ? മുമ്പ് നമ്മൾ ഒരു കൂട്, ഒരു 10-15 ബ്ലേഡുള്ള ഒരു കൂട് ബ്ലേഡ് വാങ്ങാൻ ആകെ 1 രൂപയും 1.5 രൂപയും കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ 1.5 രൂപക്ക് ഒരു കൂട് ബ്ലേഡ് കിട്ടുമോ? ഒരു ബ്ലേഡിന് കൊടുക്കേണ്ടി 1 രൂപ. അങ്ങനെ ഇപ്പൊ വില വർദ്ധിച്ചതാ പലതിനും, പല വസ്തുക്കൾക്കും വില ഇങ്ങനെ വർദ്ധിച്ചു വന്നില്ലേ? അപ്പൊ ആ നിലയ്ക്ക് ഇയാൾ ഇങ്ങനെ കൂട്ടി നോക്കുമ്പോ ഒരു 4 ലക്ഷത്തിന്റെ സ്റ്റോക്ക് കണക്ക് ഇവിടെ ഉണ്ട്, കടയിലുണ്ട്. അയാൾ ഇപ്പൊ എത്ര സക്കാത്ത് കൊടുക്കണം? 4 ലക്ഷത്തിന്റെ 2.5% കൂട്ടി നോക്കുമ്പോ എത്ര ഉണ്ടാകും? ചെറിയൊരു സംഖ്യയുള്ളൂ, വലിയ സംഖ്യ ഒന്നുമില്ല. എത്ര വരും? 4 ലക്ഷത്തിന്റെ 2,500 വെച്ച് കൂട്ടിയാല് 10,000 രൂപ. ഇത്രേ വരും. എത്ര ചെറുതാണ് അല്ലാഹു തആല കൊടുക്കാൻ പറഞ്ഞു നോക്ക് നിങ്ങൾ. എത്ര ചെറിയ കണക്കാണ് അത്. പിശിക്കാല് പിന്നെ ആ പിശുക്കനെ പറ്റി എന്താ പറയേണ്ടത്? അബ്ഖലുൽ ബുഖലാഇ എന്ന് പറയേണ്ടത്. അയാളൊരു മദ്ഹ് ഉണ്ടാക്കുകയാണെങ്കിൽ അവസാനം ഇതിന്റെ ഒരു വരിയാണ് അബ്ഖലുൽ ബുഖലാഇ. അത് പിശിക്കരുത്, കൊടുക്കണം. അത് കൊടുക്കുമ്പോൾ അല്ലാഹു തആല പിറ്റത്തെ കൊല്ലം കച്ചവടത്തിന് പിന്നെയും ബർക്കത്ത് തരും, പിന്നെ ഐശ്വര്യം തരും, പിന്നെ നല്ല ലാഭം തരും, പിന്നെയും 2-3 കച്ചവടങ്ങളൊക്കെ തുടങ്ങാനുള്ള ആസ്തി അല്ലാഹു തആല ഇങ്ങനെ കൂട്ടി തരും. ഊലൈക ഹുമുൽ മുദ്ഇഫൂൻ. സക്കാത്ത് കൊടുക്കുന്ന ആളുകൾ വർധനവ് കിട്ടുന്നവരാണ്, കുറയുന്നവരല്ല. സക്കാത്ത് കൊടുത്തതിന്റെ പേരിൽ സക്കാത്ത് കൊടുത്തതിന്റെ പേരിൽ ഒരു സമ്പത്തും കുറയൂല. സക്കാത്ത് കൊടുത്തതിന്റെ പേരിൽ ഒരു സമ്പത്തും കുറയൂല. അതേ സമയത്ത് തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, സക്കാത്തിന്റെ സ്വത്ത് ഏത് സമ്പത്തുമായിട്ട് കൂടിക്കലരുന്നോ
ഇല്ലാ അഹ്ലകതുഹു, ആ വിഹിതം അതിൽ ചേരുന്നത് കൊണ്ട് ആ സമ്പത്തിനെ അതങ്ങ് നശിപ്പിക്കും. അതും തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. സക്കാത്ത് കൊടുക്കേണ്ട ഒരു ചെറിയ വിഹിതം അത് കൊടുക്കാതെ വീണ്ടും ഈ സമ്പത്തിൽ കലർന്നിട്ടാ മുന്നോട്ട് പോകുന്നത്. അവിടെ നഷ്ടം വരും, അവിടെ കുഴപ്പം വരും, പൊട്ടിപ്പോകും, ചാൻസ് ധാരാളമാണ്. അപ്പൊ വിനിയോഗം നടത്തേണ്ടതിൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു മേഖല സക്കാത്ത് അതിന്റെ അർഹതപ്പെട്ട അവകാശികൾക്ക് കൊടുക്കണം. പിറ്റത്തെ കൊല്ലം റജബ് 1 ആകുമ്പോൾ ഒരു വർഷം അയാൾക്ക് പൂർത്തിയായി. കണക്കെടുപ്പ് നടത്തിയിട്ട് 2.5% സക്കാത്ത് കൊടുക്കേണ്ടത്. കൊടുക്കേണ്ടത് പീടികയിലുള്ള വസ്തുക്കളല്ല. ജ്വല്ലറി നടത്തുന്ന ആളാണെങ്കിലും സ്വർണമല്ല സക്കാത്ത് കൊടുക്കേണ്ടത്. സക്കാത്ത് കൊടുക്കേണ്ടത് അയാൾ കാശാണ് കൊടുക്കേണ്ടത്, വിലയിൽ നിന്നാ കൊടുക്കേണ്ടത്. സ്വർണം സക്കാത്തായി കൊടുക്കേണ്ടത് സ്വർണം ഡെപ്പോസിറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. സ്വർണം ഡെപ്പോസിറ്റ് ചെയ്യുന്ന അതിന്റെ കതറനുസരിച്ച് ഒരാൾ സൂക്ഷിച്ചു വെച്ചോ, എന്നാൽ അതിനനുസരിച്ച് സക്കാത്ത് കൊടുക്കണം. കൊടുക്കേണ്ടത് അവിടെയും 2.5% തന്നെയാണ്. അത് ചെറിയ ഗ്രാമിന്റെ അളവനുസരിച്ചേ വരുള്ളൂ. 10.5 പവൻ സ്വർണം ഒരാൾ ഡെപ്പോസിറ്റ് ചെയ്തു എന്ന് കൂട്ടിക്കോളൂ. 10.5 പവൻ സ്വർണം, അതാണ് 20 മിസ്കാല്. 10.5 പവൻ സ്വർണം ഒരാളങ്ങ് സൂക്ഷിച്ചു വെച്ചു. ഡെപ്പോസിറ്റ് ചെയ്യാൻ കരുതി വെച്ചതാണ്, ധരിക്കാനുള്ള ആഭരണമാക്കി വെച്ചതല്ല, സൂക്ഷിക്കാൻ വെച്ചതാണ്. അങ്ങനെ ആള് സൂക്ഷിച്ചു. അതെവിടെ സൂക്ഷിച്ചാലും ശരി, വേറെ ഏതെങ്കിലും ബാങ്കിന്റെ ലോക്കറിൽ സൂക്ഷിച്ചാലും ശരി, വ്യക്തികളുടെ അടുത്ത് കൊണ്ടുപോയി സൂക്ഷിച്ചാലും ശരി, സ്വന്തം പെട്ടിയിൽ സൂക്ഷിച്ചാലും ശരി, ധരിക്കാനുള്ള ആഭരണങ്ങളല്ലോ പറഞ്ഞത്, സൂക്ഷിക്കാൻ വേണ്ടി മാത്രം വെച്ചതാണ്. അതേ നീയത്തോടുകൂടെ വെച്ചിട്ട് ഒരു വർഷം അങ്ങോട്ട് കടന്നു വന്നാൽ അതിനും കൊടുക്കണം സക്കാത്ത് 2.5%. അത് ചുരുങ്ങിയ 1 ഗ്രാമിന്റെ അളവേ ഉണ്ടാകൂ. അതേ 1 ഗ്രാം കണക്കിന്റെ അളവ് എത്രയാണോ കൂട്ടിയിട്ടത് കൊടുക്കണം. അവിടെ കൊടുക്കേണ്ടത് കാശല്ല, അവിടെ കൊടുക്കേണ്ടത് സ്വർണമാണ്. വെള്ളിയാണോ ഡെപ്പോസിറ്റ് ചെയ്തത്, അതിന്റെ കണക്കനുസരിച്ച് വെള്ളിയാ കൊടുക്കേണ്ടത്. കടക്കാരൻ കൊടുക്കേണ്ടത്, വസ്ത്രം വിൽപ്പന നടത്തുന്ന ആള് വസ്ത്രമല്ല സക്കാത്ത് കൊടുക്കേണ്ടത്, കാശാണ് കൊടുക്കേണ്ടത്, വിലയാ കൊടുക്കേണ്ടത്. പലചരക്ക് കച്ചവടക്കാരൻ കൊടുക്കേണ്ടത് പലചരക്ക് എടുത്തല്ല കൊടുക്കേണ്ടത്. കൊടുക്കേണ്ടത് സഹോദരങ്ങളെ വിലയാണ് കൊടുക്കേണ്ടത്. അത് കൊടുക്കുന്നത് നിർബന്ധമായ ബാധ്യതയാണ്. ആ ബാധ്യതയിൽ നിന്ന് പിറകോട്ട് പോകരുത്. ഒന്നുകൂടി പറയട്ടെ, സക്കാത്ത് ഞാൻ മുന്തിച്ചു പറയാനുള്ള കാരണം, നിസ്കരിക്കുന്നവരല്ലേ നമ്മൾ 5 വക്ത് നിസ്കാരം. 5 വക്ത് നിസ്കാരം അല്ലാഹു കബൂലാക്കണമെങ്കിൽ അതിനൊരു പ്രധാനപ്പെട്ട സംഗതിയുണ്ട്, സക്കാത്ത് കൊടുക്കണം എന്നാണ്. അതുകൊണ്ടാണ് ഖുർആനിൽ നിസ്കാരം പറഞ്ഞിടത്ത് മുഴുവനും സക്കാത്ത് പറഞ്ഞിട്ടുണ്ട്. അഖീമുസ്സലാഹ വആത്തുസ് സക്കാത്ത്, നിസ്കരിക്കണം എന്ന് പറഞ്ഞിടത്ത് മുഴുവനും സക്കാത്ത് കൊടുക്കുന്നതിനെ സൂചിപ്പിക്കുന്ന വാക്കുകളോ സക്കാത്ത് കൊടുക്കണമെന്ന് നേരിട്ട് മനസ്സിലാക്കി തരുന്ന വാചകങ്ങളോ ഉണ്ട്. അൽ ബഖറ സൂറത്തിന്റെ തുടക്കത്തിൽ കണ്ടില്ലേ, അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വയുഖീമൂന സ്വലാഹ്, നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്നവരാണ്. ഉടനെ പറഞ്ഞു വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, നമ്മൾ അവർക്ക് നൽകിയതിൽ നിന്ന് ഒരു വിഹിതം അവർ ചെലവഴിക്കുന്നവരാണ്. ഇമാം ബൈളാവി റഹ്മത്തുള്ളാഹി അലൈഹി അടക്കമുള്ള മഹാന്മാര് പറഞ്ഞു, അപ്പറഞ്ഞൊരു വിഹിതം സക്കാത്താണ്. നിസ്കാരം അല്ലാഹ് സ്വീകരിക്കണ്ടേ, പൂർണ്ണമായിട്ടും അല്ലാഹുവിന്റെ അടുത്ത് ഖബൂലിയത്ത് വേണ്ടേ, അതിനൊരു പ്രധാനപ്പെട്ട മാർഗമാണ് സക്കാത്ത്. ഫിത്ർ സക്കാത്തിന്റെ വിഷയമല്ല ഞാനിപ്പോ പറഞ്ഞത്, അത് പെരുന്നാളിന്റെ ഒരു രാവും പകലുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഇതും അതിനേക്കാളും രൂപത്തിൽ ജീവിതവുമായി ബന്ധപ്പെട്ടതാണ് സമ്പത്തിന്റെ സക്കാത്ത്. അത് കൊടുക്കണം, വിനിയോഗിക്കണം. രണ്ടാമത്തൊരു മാർഗം പറയട്ടെ, വിനിയോഗത്തിൽ അല്ലാഹു തആല വലിയ പ്രതിഫലം തരുന്നത് കുടുംബക്കാർക്ക് ചെലവ് ചെയ്യണം, മക്കൾക്ക് ചെലവ് കൊടുക്കണം, ഭാര്യമാർക്ക് ചെലവ് കൊടുക്കണം. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെയധികം ശ്രദ്ധയോടെ പറഞ്ഞൊരു കാര്യമാണ്. അതേ, മറ്റുള്ള മേഖലകളിലൊക്കെ സമ്പത്ത് വിനിയോഗിക്കുന്നതിന് വലിയ പ്രതിഫലം തങ്ങൾ വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. സാധുക്കളെ സഹായിക്കുന്നത്, പാവപ്പെട്ടവരെ സഹായിക്കുന്നത്, കുടുംബക്കാർക്കുള്ള ചെലവ് അത് ചുരുക്കരുത്. കുടുംബക്കാർക്ക് കൊടുക്കുന്ന ചെലവിൽ പിശുക്ക് കാണിക്കരുത്. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ പ്രതിഫലം ആഖിറത്തിൽ അല്ലാഹു തആല ബാക്കി വെച്ചിട്ടുണ്ട്. കുടുംബത്തിന് ചെലവ് കൊടുക്കണം. ചെലവ് കൊടുക്കാത്ത ആ ഭർത്താവിനെ പറ്റി പരാതിയുമായി വന്നില്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സവിധത്തിലേക്ക് ഒരു സ്വഹാബി വനിത, ബഹുമാനപ്പെട്ട ഹിന്ദ് റളിയല്ലാഹു അൻഹാ. ഹിന്ദ് റളിയല്ലാഹു
റളിയല്ലാഹു അൻഹു വന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, എന്റെ ഭർത്താവിനെ അറിയില്ലേ, എന്റെ ഭർത്താവ് വേണ്ട രൂപത്തിൽ ചെലവ് തരാതെ പിശുക്കുന്നുണ്ട്, പിശുക്ക് കാണിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖുദീ മാ യക്ഫീകി വവലദകി ബിൽ മഅറൂഫ്, നിനക്കും നിന്റെ മക്കൾക്കും മതിയാകുന്നത് നല്ല രൂപത്തിൽ നീ അങ്ങ് അദ്ദേഹത്തിന്റെ സ്വത്തിൽ നിന്ന് എടുത്തോ, അത് പിന്നെ ചോദിച്ചോളണം എന്നില്ല. ആവശ്യത്തിന് ചെലവ് തരുന്നില്ലെങ്കിൽ പിന്നെന്ത് ചെയ്യാനാണ്? ആവശ്യത്തിന് ചെലവ് കൊടുക്കണം. സ്വന്തം കുടുംബത്തിന് ചെലവ് ചെയ്യുന്നത് വലിയ സുഹൃതമാണ്, അത് ചെറിയ കാര്യമല്ല. കുടുംബക്കാർക്ക് ചെലവ് കൊടുക്കാതെ അവരെ പട്ടിണിക്കിടാൻ പാടില്ല. ഭാര്യ സന്താനങ്ങൾക്ക്, ബാപ്പ ഉമ്മമാർക്ക്, കുടുംബത്തിൽ നമുക്ക് ചെലവ് നിർബന്ധമായവർക്ക് വേണ്ട ചെലവ് എന്തിനെല്ലാം ഉണ്ടോ അതൊക്കെ കൊടുക്കേണ്ടതാണ്. രോഗം കാരണം ഒരു വർഷം ഭർത്താവിന്റെ ഭാഗത്തു നിന്ന് ഒരു ചെലവും കിട്ടാതെ നരകിച്ച് പ്രയാസപ്പെട്ട് വളരെയധികം കഷ്ടപ്പെട്ട് സഹിച്ച് ഒരു പെണ്ണെങ്ങനെ ജീവിക്കുന്നു? ഭർത്താവിന്റെ കയ്യിൽ സമ്പത്തുണ്ടോ? ഉണ്ട്. മാസത്തിൽ ശമ്പളം കിട്ടുന്ന നല്ല ശമ്പളക്കാരനാണ്. പക്ഷേ കൊടുക്കാനുള്ള മടി കൊണ്ട് മാറിക്കോളും എന്ന് പറഞ്ഞങ്ങനെ ആശ്വസിപ്പിച്ചു. വളരെയധികം നരകയാതന അനുഭവിച്ച് ആ പെണ്ണങ്ങ് മരണപ്പെട്ടു പോയാൽ ഒരു വർഷക്കാലം തീത്തുപ്പുന്ന വേദന അനുഭവിച്ചിട്ട് ഒരു ട്രീറ്റ്മെന്റും കൊടുക്കാത്ത നീ ബാധ്യത നിറവേറ്റാത്തവനായി അള്ളാഹുവിന്റെ മുന്നിൽ ഹാജരാക്കപ്പെടും കേട്ടോ. നിനക്ക് അല്ലാഹു തആല തന്നിട്ടില്ലേ? തന്നിട്ടുണ്ട്. ആ തന്നതിൽ നിന്ന് കൊടുക്കാൻ ഏറ്റവും ബാധ്യതയുള്ളത് കുടുംബക്കാർക്കാണ്. കുടുംബത്തിൽ ഏറ്റവും നന്നായി പരിഗണിക്കേണ്ടവരാണ്. നിന്റെ സ്വന്തം രൂപത്തിൽ ജീവിക്കുന്ന, സ്വന്തം ചെലവിൽ കഴിയേണ്ടി വരുന്ന ഭാര്യ സന്താനങ്ങൾ. ഭാര്യയ്ക്ക് ജോലിയുണ്ടെങ്കിലും ഭർത്താവിനാണല്ലോ ബാധ്യത. ഭർത്താവ് കൊടുക്കേണ്ട രൂപത്തിൽ കൊടുക്കേണ്ടതുണ്ട്, മക്കളെ നോക്കേണ്ട രൂപത്തിൽ നോക്കേണ്ടതുണ്ട്. അവർക്ക് നിർബന്ധമായിട്ടുള്ള ചെലവ് എന്തെല്ലാം ഉണ്ടോ ആ ചെലവുകളൊക്കെ അതിനനുസരിച്ച് കൊടുക്കണം. ചെലവ് കൊടുക്കാത്ത ആളുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകം വിളിച്ചു ഉപദേശിച്ചുകൊണ്ട് ഭാര്യ സന്താനങ്ങൾക്ക് ചെലവ് കൊടുക്കുന്നതിന്റെ മഹത്വം അവരെ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നന്നായി പഠിപ്പിച്ചിട്ടുണ്ട്. ദുനിയാവിൽ ചെറിയൊരു കാര്യമല്ല, വലിയൊരു കാര്യമാണ് കുടുംബത്തിന് ചെലവ് ചെയ്യുന്നത്. സുബ്ഹാനല്ലാഹ്, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതേ പ്രത്യേകം പറഞ്ഞില്ലേ, നിങ്ങൾ അവന്റെ ദിർഹമിൽ നിന്ന്, അവന്റെ ദീനാറിൽ നിന്ന്, അവന്റെ വസ്ത്രത്തിൽ നിന്ന്, അവന്റെ ഗോതമ്പിൽ നിന്ന്, അവന്റെ കാരക്കയിൽ നിന്ന് എന്താണോ ചെലവ് ചെയ്യുന്നത്, കുടുംബത്തിന് കൊടുക്കുന്നത്, അവരെ തീറ്റിപ്പോറ്റാനും വളർത്താനും ആഖിറത്തിൽ അല്ലാഹുവിന്റെ മുന്നിൽ നല്ല അമലായി, നല്ല ധർമ്മമായി അത് രൂപപ്പെടുത്തപ്പെടും. അതേ കുടുംബത്തിന് ചെലവ് ചെയ്തതിന് റബ്ബ് സുബ്ഹാനഹു വ തആല ചെറിയ കൂലിയല്ല, വലിയ കൂലിയാണ് അല്ലാഹു തആല കണക്കാക്കിയിരിക്കുന്നത്. ആ കുടുംബക്കാരില് പാപ്പയെയും ഉമ്മയെയും പരിഗണിക്കേണ്ട രൂപത്തിലാണോ അവരെയും നന്നായി പരിഗണിക്കണം, പരിപാലിക്കണം. അവർക്കും വേണ്ടത് കൊടുക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, സ്വന്തം കുടുംബക്കാരെ പരിഗണിക്കുന്ന പരിഗണനക്കാണ് പ്രഥമമായ സ്ഥാനം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംഭാവന കൊണ്ടുവരാൻ വേണ്ടി സഹോദരിമാരോടൊരു പ്രത്യേക ഉപദേശം കൊടുത്തില്ലേ? നിങ്ങൾ സംഭാവന കൊണ്ടുവരണം. എല്ലാ സഹോദരിമാരോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപദേശിച്ചപ്പോ ബഹുമാനപ്പെട്ട സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ അസ്മാ ബീവി റളിയല്ലാഹു അൻഹാ ഭർത്താവിനോട് വന്നിട്ട് പറഞ്ഞു, ഭർത്താവേ, ഇന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ക്ലാസ്സിൽ സഹോദരിമാരോടൊക്കെ സംഭാവന കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. എന്റെ വകുപ്പിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൊടുക്കാനുള്ള സ്വതക്കയും ഉണ്ട്. പക്ഷേ നിങ്ങളൊരു പാവപ്പെട്ട ആളല്ലേ, എനിക്ക് കൊടുക്കാനുള്ള സ്വതക്ക അത് നിങ്ങൾക്ക് തന്നാൽ മതിയോ? അതല്ല, പുറത്തുള്ള ആർക്കെങ്കിലും കൊടുക്കേണ്ടതുണ്ടോ? നിങ്ങളൊന്ന് അള്ളാഹുവിന്റെ റസൂലിനോടൊന്ന് പോയി ചോദിക്കുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കാൻ പറഞ്ഞപ്പോ മഹാനവർകൾ പറഞ്ഞു, പെണ്ണെ, നീ തന്നെ പോയി ചോദിക്കലാണ് നല്ലത്. അസ്മാ റളിയല്ലാഹു
അൻഹാ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്നിട്ട് ഈ വിഷയം പറയുന്നു. നബിയേ, തങ്ങൾ സ്വതക്ക കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞില്ലേ? എന്റെ കയ്യിൽ സ്വതക്കയുണ്ട്, പക്ഷേ എന്റെ ഭർത്താവിന് ഞാനത് കൊടുക്കുന്നതാണോ എനിക്ക് കൂലി കിട്ടുന്നത്, അതല്ല ഞാൻ പുറത്തേക്ക് കൊടുക്കുന്നതാണോ? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലാഹു തആല നിങ്ങൾക്ക് രണ്ട് കൂലി തരും. ഒരു കൂലിയല്ല അല്ലാഹു തരുന്നത്, രണ്ട് കൂലിയാണ്. ഒന്ന് നിങ്ങൾ ദാനം ചെയ്ത കൂലിയും മറ്റൊന്ന് നിങ്ങൾ കുടുംബത്തെ പരിഗണിച്ചു എന്നുള്ള കൂലിയും. കുടുംബബന്ധം പുലർത്തിയതിന്റെ കൂലിയും ദാനം ചെയ്തതിന്റെ കൂലിയും, രണ്ട് കൂലിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഭർത്താവിന് തന്നെ കൊടുത്തോളൂ, അതാണ് കൂലി കൂടാനുള്ള പ്രധാനപ്പെട്ട കാരണം. പുറത്തേക്ക് നിങ്ങൾ കൊടുത്താലോ നിങ്ങൾക്ക് ദാനം ചെയ്തൊരു കൂലിയല്ലേ കിട്ടുന്നത്. അതേ സമയത്ത് ഭർത്താവിന് കൊടുക്കുമ്പോ രണ്ട് നന്മയാണ് അല്ലാഹു തആല നിങ്ങൾക്ക് തരുന്നത്. കുടുംബത്തിലുള്ള പാവങ്ങളെ, കുടുംബത്തിലുള്ള സഹോദരി സഹോദരന്മാരിൽപ്പെട്ട പാവങ്ങളെ അവരെയും പരിഗണിക്കണം, അവർക്കും കൊടുക്കണം. കൊടുത്താൽ ഏറ്റവും നല്ല കൂലി കിട്ടുന്നത് അവർക്കാണ്. പിന്നെ പരിഗണിക്കേണ്ട, സമൂഹത്തിൽ പ്രധാനമായും പരിഗണിക്കേണ്ട മിസ്കീന്മാര്, പാവപ്പെട്ട ആളുകൾ, മുസ്ലിം സഹോദരന്മാരിൽ നിന്നും അല്ലാത്തവരിൽ നിന്നുമുള്ള പാവങ്ങളായ ആളുകൾക്ക് നമ്മെ കൊണ്ട് കൊടുക്കാൻ കഴിയുന്ന സേവനങ്ങൾ നമ്മൾ ചെയ്യണം. വസ്ത്രം കൊടുക്കാൻ കഴിയുന്നവര് വസ്ത്രം കൊടുക്കണം, ഭക്ഷണം കൊടുക്കാൻ കഴിയുന്നവര് ഭക്ഷണം കൊടുക്കണം, വെള്ളം കൊടുക്കാൻ കഴിയുന്നവര് വെള്ളം കൊടുക്കണം. സമ്പത്ത് ആ രൂപത്തിലൊക്കെ വിനിയോഗിക്കുന്നത് വലിയ ശ്രേഷ്ഠത ലഭിക്കുന്ന കാര്യമാണ്. ഒരുപാട് ഹദീസുകൾ വന്നത് കാണാം. മയ്യുമാ മുസ്ലിമിൻ കസാ മുസ്ലിമൻ സൗബൻ, ഒരു പാവപ്പെട്ട മുസ്ലിമിനെ ഏതെങ്കിലും ഒരാൾ വസ്ത്രം കൊടുത്തിട്ട് സഹായിച്ചാൽ കസാഹുല്ലാഹു മിൻ ഖുലറിൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ നല്ല പച്ചപ്പ് നിറഞ്ഞ വസ്ത്രത്തിൽ നിന്ന് അല്ലാഹു അവന് ധരിപ്പിക്കും. വയ്യുമാ മുസ്ലിമിൻ അത്അമ മുസ്ലിമൻ അലാ ജൂഇൻ, വിശപ്പ് അനുഭവിക്കുന്ന ഒരു മുസ്ലിമിന് മറ്റൊരാള് ഭക്ഷണം കൊടുത്താൽ അത്അമഹുല്ലാഹു മിൻ സിമാരിൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ ഫലങ്ങളിൽ നിന്ന്, പഴങ്ങളിൽ നിന്ന് അല്ലാഹു അവരെ ഭക്ഷിപ്പിക്കും. വയ്യുമാ മുസ്ലിമിൻ സഖാ മുസ്ലിമൻ അലാ ളമഇൻ, ദാഹിക്കുന്ന ഒരു മുസ്ലിമിന് ഒരാൾ വെള്ളം കൊടുത്താൽ സഖാഹുല്ലാഹു മിനർ റഹീഖിൽ മഖ്തൂം, സ്വർഗ്ഗത്തിൽ നിന്ന് കിട്ടുന്ന പ്രത്യേക പാനീയമാണല്ലോ റഹീഖുൽ മഖ്തൂം എന്ന് പേര് വെച്ചിരിക്കുന്ന സുന്ദരമായ പാനീയം. ഖുർആൻ അത് എടുത്തു പറഞ്ഞിട്ടുണ്ട്. ആ പാനീയത്തിൽ നിന്ന് അല്ലാഹുവിനെ കുടിപ്പിക്കും. സ്വർഗ്ഗത്തിന്റെ ഭക്ഷണം തരും, സ്വർഗ്ഗത്തിന്റെ പഴം തരും, സ്വർഗ്ഗത്തിന്റെ വെള്ളം തരും എന്നൊക്കെ പറഞ്ഞതിന്റെ താല്പര്യം സ്വർഗ്ഗപ്രവേശനത്തിലുള്ള വലിയ ഭാഗ്യം ലഭിക്കുമെന്നാണ്. സഹോദരങ്ങളെ, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി, നന്മകൾക്ക് വേണ്ടി സമ്പത്ത് നന്നായി വിനിയോഗിക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനല്ലാഹ്, സമ്പത്ത് ഇസ്ലാമിന് വേണ്ടി ആവോളം കൊടുത്തതിന്റെ പേരിൽ ഒരു പ്രത്യേക വിഭാഗത്തിന് വന്ന പ്രത്യേക പേരല്ലേ അൽ അൻസാർ, സഹായികൾ എന്ന്. എങ്ങനെയാണ് ആ പേര് വന്നത്? അവര് അല്ലാഹു തആല നൽകിയ ധനത്തിൽ നിന്ന്, അവർക്കുള്ള സമ്പാദ്യത്തിൽ നിന്ന് എത്ര വേണമോ അത്രയും വിശുദ്ധ ദീനിന് വേണ്ടി ചെലവഴിച്ചു പോയി. അവരടുത്തേക്ക് വന്ന മുഹാജിറുകൾക്ക് മാത്രമല്ല, മറ്റു നാടുകളിൽ നിന്ന് മദീനയിൽ എത്തുന്ന ആളുകൾക്കും അവര് തന്നെ ഭക്ഷണം കൊടുത്ത് സംഭാവന കൊടുത്തുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് മാത്രമല്ല, പിന്നീടും ധാരാളം സംഭാവന കൊടുത്തിട്ടുണ്ട്. ഒരു ഭൂമി വിൽപ്പന നടത്തിയാൽ, ഒരു കച്ചവടം ചെയ്തു കഴിഞ്ഞാൽ കിട്ടുന്ന ലാഭത്തിൽ നിന്ന് നല്ലൊരു ശതമാനം വിശുദ്ധ ദീനിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്ന പതിവ് മഹാന്മാരായ സഹാബത്തിന്റെ പതിവാണ്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു മദീനയിൽ എത്തുന്ന സമയത്ത് ഒരൊറ്റ നയാ പൈസയും കയ്യിലില്ലാത്ത മഹാനാണ്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ഹിജ്റ വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സുഹൃത്തായി ബന്ധം ചേർത്തി കൊടുത്തത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനോടാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു നല്ല
നല്ല സമ്പത്തുള്ള ആളാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഹിജ്റ വന്ന സ്വഹാബിയോട് പറഞ്ഞു, സുഹൃത്തേ, വിഷമിക്കേണ്ടതില്ല, കയ്യിൽ കാശില്ലാത്തതിന്റെ പേരിൽ വിഷമിക്കേണ്ടതില്ല. ഇന്നലീ ഹൈതൈൻ, എനിക്ക് 2 തോട്ടങ്ങളുണ്ട്. ഫഖ്തർ അയ്യഹുമാ ശിഅ്താ, ഉദ്ദേശിച്ച തോട്ടം നിങ്ങൾ തെരഞ്ഞെടുത്തോളൂ, ഞാൻ നിങ്ങൾക്കത് തന്നേക്കാം. എന്നിട്ട് ആ തോട്ടത്തിൽ നിന്ന് കൃഷി ചെയ്തിട്ട് നിങ്ങൾക്ക് സമ്പാദ്യം ഉണ്ടാക്കാമല്ലോ. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വേണ്ട, ബൽ ദുല്ലനി അല സൂഖി, നിങ്ങൾ എനിക്ക് മാർക്കറ്റ് കാണിച്ചു തരണം. മാർക്കറ്റ് കാണിച്ചു തന്നിട്ടോ കച്ചവടം നടത്താനുള്ള മെത്തേഡുകളും പഠിപ്പിച്ചു തരണം. കുറച്ച് ദീനാർ നിങ്ങൾ എനിക്ക് കടം തരണം. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കടം കൊടുത്തു. കച്ചവടം തുടങ്ങി. സുബ്ഹാനല്ലാഹ്, സമ്പത്ത് നല്ലോണം വർദ്ധിച്ചു. വർദ്ധിച്ച് എത്രത്തോളം എത്തിയെന്നറിയുമോ? 700 ഒട്ടകത്തിന്റെ പുറത്ത് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിന്റെ ഗോഡൌണിലേക്ക് സമ്പത്ത് വിവിധ നാടുകളിൽ നിന്ന് വരവായി. ഫലമ്മാ ദഖലത്ത്, 700 ഒട്ടകങ്ങൾ വരി വരിയായി വരുമ്പോ മദീനക്കാർ തന്നെ ശബ്ദം കേട്ടിട്ട്, വല്ലാതെ ശബ്ദം കേട്ടിട്ട് ആളുകൾ പുറത്തു വന്ന് നോക്കുകയാണ്. വീടിന്റെ വെളിയിൽ വന്ന് നോക്കുന്നു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹക്ക് ഈ വിവരം കിട്ടിയപ്പോ ബീവി ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിന്റെ സമ്പത്ത് കൊണ്ട് ഒരുപാട് ഉപകാരം ഇസ്ലാമിന് കിട്ടിയിട്ടുണ്ട്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനവർകളെ പറ്റി വലിയ മഹത്വം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ അടുത്ത് ഓരോ കച്ചവടം ചെയ്തിട്ട് കിട്ടുന്ന ലാഭത്തിൽ നിന്ന് 1200 ദിർഹം, 2200 ദിർഹം ഓരോ ആഴ്ചയിലും കൊണ്ടുപോയി വീട്ടുപടിക്കൽ വെച്ചത് സ്വീകരിക്കാൻ വേണ്ടി ആയിഷ ഉമ്മയെ വിളിച്ചുകൊണ്ട്, ഉമ്മ അത് സ്വീകരിച്ചോളൂ, കച്ചവടത്തിൽ നിന്ന് കഴിഞ്ഞ ആഴ്ചത്തെ ലാഭത്തിന്റെ ഒരു വിഹിതമാണ്. ഇന്നലെ കച്ചവടം ചെയ്ത് ലാഭം കഴിഞ്ഞ് വരികയാണ് ഞാൻ, ആ ലാഭത്തിന്റെ ഒരു വിഹിതമാണ്. ഇങ്ങനെ ആഴ്ചകളിൽ ഓരോ ആഴ്ചയിലും കൊണ്ടുവന്ന് കൊടുക്കുന്ന മഹാനാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. മദീനത്തെത്തുമ്പോൾ ഒരു ദീനാർ പോലും കയ്യിലില്ല. അല്ലാഹു തആല സമ്പത്ത് കൊടുത്ത് സമ്പത്ത് അങ്ങോട്ട് വർദ്ധിച്ചപ്പോ അള്ളാഹുവിന്റെ മാർഗത്തിൽ സമ്പത്ത് കൊടുക്കുന്നതിനും ചെലവഴിക്കുന്നതിനും ഒരു മടിയും കാണിക്കാതെ വിവിധ മേഖലകളിൽ അവർക്ക് മാത്രമല്ല, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിന്റെ കീഴിൽ തന്നെ ജീവിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. ഹദീസിൽ കാണാം, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ബദരീങ്ങൾക്ക് വേണ്ടി, ബദരിൽ പങ്കെടുത്ത പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി സമ്പത്ത് വസിയ്യത്ത് ചെയ്ത് ഓരോരുത്തർക്കും കൊടുക്കണം എന്ന് പറഞ്ഞ് ബദരീങ്ങളിൽ പങ്കെടുത്ത ആളുകളുടെ ലിസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞപ്പോ അന്ന് ജീവിച്ചിരിക്കുന്ന ആളുകൾ, ബദറിൽ പങ്കെടുത്തവർ 100 ആളാണ്. 100 ആളെ ലിസ്റ്റ് കൊണ്ടുവന്ന് കൊടുത്തപ്പോ മഹാനവറുകൾ പറഞ്ഞു, എന്നാ ഓരോരുത്തർക്കും കൊടുക്കി ഒരു 400 ദീനാർ. ഓരോരുത്തർക്കും കൊടുക്കാൻ വേണ്ടി അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ സമ്പത്തിൽ നിന്ന് ബദറിൽ പങ്കെടുത്ത് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി തുല്യതയില്ലാത്ത ഖിദ്മത്ത് നടത്തിയ മഹാന്മാരല്ലേ, അവർക്ക് ചെറുതൊന്നും കൊടുത്താ പോരാ, അവർക്ക് നന്നായി കൊടുക്കണം. ഓരോരുത്തർക്കും കൊടുക്കും 100 ദീനാർ എന്ന് പറഞ്ഞു. ഒന്ന് കൂട്ടി നോക്കൂ, 400 ദീനാർ ഓരോരുത്തർക്കും കൊടുക്കുമ്പോ എത്ര ഉണ്ടാകും സഹോദരങ്ങളെ? 100 ആളുകൾക്കല്ലേ കൊടുക്കുന്നത്. ആ കൂട്ടത്തിൽ ലിസ്റ്റിൽ വന്നൊരു മഹാനാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു അത് സ്വീകരിച്ചു, 400 ദീനാർ. അതേ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു സ്വീകരിച്ചിട്ട് പറയാണ്, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു എത്ര വലിയ ഭാഗ്യവാനാണ്. അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ഖിദ്മത്തെടുത്ത ബദരീങ്ങളിൽപ്പെട്ട 100 ആളുകൾക്ക് ചെറിയൊരു സംഭാവനയല്ലല്ലോ കൊടുത്തത്, 400 ദീനാർ കൊടുത്തല്ലോ. സുഹ്രി ഇമാമിന്റെ മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, അള്ളാഹുവിന്റെ മാർഗത്തിലായി 1000 കുതിരകളെ വാഹനം ഇല്ലാത്ത ആളുകൾക്ക് വേണ്ടി അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ദാനം ചെയ്തു എന്ന് കാണാം. മദീനയിൽ പാവപ്പെട്ട, ഇതുവരെ വാഹനം ഇല്ലാതെ വളരെ പാവങ്ങളായി ജീവിക്കുന്ന ആളുകൾക്ക് 1000 കുതിരകൾ കൊടുത്ത് വലിയ സംഭാവന നൽകി. കച്ചവടക്കാരനായ
മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു തന്റെ കച്ചവടത്തിൽ നിന്ന് കിട്ടുന്ന വിഹിതം റബ്ബ് സുബ്ഹാനഹു വ തആല തരുന്നത് തന്നെയല്ലേ എന്ന നിലക്ക് വലിയ സംഭാവന കൊടുക്കുന്നു. സഹോദരങ്ങളെ, സ്വഹാബി വനിതകളും ഇതിൽ പിറകിലല്ല. കണ്ടില്ലേ നിങ്ങൾ, ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിൽപ്പെട്ട വലിയ മഹദിയല്ലേ ഉമ്മുൽ മുഅ്മിനീൻ ബീവി ആയിഷ റളിയല്ലാഹു അൻഹാ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ അടുത്ത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹക്ക് അതാ വിവരം കിട്ടുന്നു, മഹദിയുടെ അടുക്കൽ ഒരു മിസ്കീന് വന്നു. ഒരു പാവപ്പെട്ട മനുഷ്യൻ വന്നിട്ട് എന്തോന്ന് ചോദിച്ചു. ആയിഷ റളിയല്ലാഹു അൻഹ അപ്പൊ നോമ്പുകാരിയാണ്. വീട്ടിൽ ഒരു പത്തിരിയല്ലാതെ വേറെ ഒന്നുമില്ല. ആകെ ആ വീട്ടിൽ ഒറ്റ പത്തിരിയേ ഉള്ളൂ. വീട്ടിൽ ആയിഷ റളിയല്ലാഹു അൻഹയെ സഹായിക്കാൻ വന്ന പെണ്ണിനോട് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, ഒരു പത്തിരി നോമ്പ് തുറക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചതാണ്, അപ്പത്തിരി ആ വന്ന് ചോദിക്കുന്ന ആൾക്ക് കൊടുക്കൂ. അപ്പൊ ആ പെൺകുട്ടി ചോദിച്ചു, ലൈസ ലക്കി മാ തുഫ്തിരീന അലൈഹി, നോമ്പ് തുറക്കാൻ പിന്നെ നിങ്ങൾക്കൊന്നുമില്ലല്ലോ, നിങ്ങളോടത് കൊടുക്കാനല്ലേ ഞാൻ പറഞ്ഞത്. ചോദിച്ചു വന്ന ആളെ വെറുതെ വിടാൻ പറ്റൂലല്ലോ, കൊടുത്തേക്കൂ. ഒരു പത്തിരി നമ്മളെ കയ്യിലില്ലേ, ആ പത്തിരി അങ്ങ് കൊടുത്തു. വൈകുന്നേരമായപ്പോ ആ പെണ്ണ് പറയുന്നു, സഹായത്തിന് വേണ്ടി വന്ന പെൺകുട്ടി, അംസൈന ഫലമ്മ അംസൈന അഹ്ദാലന അഹ്ലു ബൈത്തിൻ ഔ ഇൻസാനുൻ മാ കാന യുഹ്ദാലന. കൊടുത്തതിന്റെ ഫലം അപ്പോൾ തന്നെ അനുഭവിക്കുന്നു. ഉച്ചനേരത്ത് ഉണ്ടാക്കിയ പത്തിരി അങ്ങ് കൊടുത്തെങ്കിൽ അസ്ർ നിസ്കാരം കഴിഞ്ഞപ്പോഴേക്ക് ഞങ്ങളെ വീട്ടിലേക്ക്, അഥവാ ആയിഷ ബീവിന്റെ വീട്ടിലേക്ക് ഒരാൾ സംഭാവന കൊണ്ടുവരുന്നു, ഹദിയ കൊണ്ടുവരുന്നു. എന്താണ് ഹദിയ? ഷാത്തുൻ വകഫനഹാ. അതെ, ഒരാട് കൊണ്ടുവരുന്നു. ആ ആടിന്റെ കൂടെ ഭക്ഷണം കഴിക്കാനുള്ള, ആടിനോട് ചേർന്നുകൊണ്ട് ഭക്ഷണം കഴിക്കാനുള്ള ഭക്ഷണവും കൊണ്ടുവരുന്നു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പെണ്ണേ, ഇതാ ഭക്ഷണം കണ്ടില്ലേ കൊണ്ടുവന്നത്. ആട് മാത്രമല്ലല്ലോ തന്നത്, ഭക്ഷണം ഉണ്ടാക്കാനുള്ള വസ്തുക്കളും തന്നില്ലേ. ഈ ഭക്ഷണം ഉണ്ടാക്കാൻ കൊണ്ടുവന്ന ഗോതമ്പ് അല്ലെങ്കിൽ ചോളം, ഇത് എടുത്തുകൊണ്ട് നീ ഭക്ഷണം കഴിക്കൂ, ഭക്ഷണം ഉണ്ടാക്കിക്കോളൂ. റബ്ബ് സുബ്ഹാനഹു വ തആല സ്വദഖ കൊടുത്താൽ അതിന്റെ പ്രതിഫലം ദുനിയാവിൽ വെച്ച് തന്നെ തരും എന്നതിന്റെ ഒരു തെളിവും കൂടിയാണിത്. ബീവി ആയിഷ റളിയല്ലാഹു അൻഹ സ്വദഖ കൊടുക്കുമ്പോ ഉപയോഗിക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചതാണ് കൊടുത്തത്. വേറെ ഒരു പത്തിരിയും ആ വീട്ടിലില്ല. പക്ഷേ നോമ്പ് തുറക്കാൻ നേരമാകുമ്പോഴേക്ക് ഒന്നല്ല രണ്ടല്ല ഒരുപാട് പത്തിരി ഉണ്ടാക്കാനുള്ള ധാന്യവും അതിലേക്കുള്ള മാംസമായിട്ട് ഇറച്ചി, ആട്ടിറച്ചിയും അവിടെ കിട്ടിയില്ലേ. കൊടുത്തതുപോലെയല്ലല്ലോ അല്ലാഹു തആല തിരിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കുന്നതിനൊക്കെ ഖുർആനിൽ ഉദാഹരണം പറഞ്ഞ് അവസാനം അല്ലാഹു തആല പറയുന്നത്, വല്ലാഹു യുളാഇഫു ലിമൻ യശാ. അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ധാരാളം വർധനവ് നൽകുന്നു. എത്രയാണ് അതിന്റെ കണക്ക് അല്ലാഹുവിങ്കലാണ്. നമ്മളത് കൂട്ടിയാലെത്തുകയില്ല. അത്രയും അധികം കൊടുക്കുന്നവനാണ് അല്ലാഹുവിന്റെ മാർഗത്തിൽ കൊടുക്കുന്നതിന് മടിയുണ്ടാകരുത് സഹോദരങ്ങളെ. പള്ളിക്ക് വേണ്ടി കൊടുക്കുന്നതും മദ്രസക്ക് വേണ്ടി കൊടുക്കുന്നതും ദർസിന് വേണ്ടി കൊടുക്കുന്നതും അതുപോലെ തന്നെ നാട്ടിലെ സാധുക്കളെ സഹായിക്കുന്നതിന് വേണ്ടി കൊടുക്കുന്നതും രോഗികൾക്ക് വേണ്ടി കൊടുക്കുന്നതും എല്ലാം ഫീ സബീലില്ലാഹിയാണ്, അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള ദാനമാണ്. ആ കൊടുക്കുന്നിടത്ത് കഴിവിന്റെ പരമാവധി അല്ലാഹു നമുക്ക് നൽകിയ കഴിവനുസരിച്ച് നമ്മൾ കൊടുക്കുമ്പോ ഫയുളാഇഫുഹു അദ്ആഫൻ കസീറാ, ധാരാളം വർധനവ് അല്ലാഹു തആല ചൊരിച്ചു തരും. എത്രയെന്ന് അല്ലാഹു കണക്ക് പറഞ്ഞിട്ടില്ല. കൊടുക്കുന്നതിന്റെ ഇഖ്ലാസ് അനുസരിച്ച്, കൊടുക്കുന്നതിന്റെ വലുപ്പം
അനുസരിച്ച് വർധനവ് നൽകുന്നത് അല്ലാഹുവാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല കുടുംബത്തിന് വേണ്ടി ചെയ്യുന്ന ചെലവും സമൂഹത്തിന് വേണ്ടി ചെയ്യുന്ന ചെലവും ദീനീ ഖിദ്മത്തുകൾക്ക് വേണ്ടി ചെയ്യുന്ന ചെലവും എല്ലാം അല്ലാഹു തആല നമ്മിൽ നിന്ന് ഖബൂലാക്കുമാറാകട്ടെ. നമ്മുടെ സദസ്സ് അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. നല്ല മാർഗത്തിൽ സമ്പത്ത് വിനിയോഗിക്കുന്നത് ഓരോരുത്തർക്കും ലഭിക്കുന്ന ഒരു ഭാഗം തന്നെയാണ്. കൊടുക്കുന്ന ആളുകൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ എന്നും മലക്കുകളെ അല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ട്. എന്നും മലക്കുകൾ രാവിലെ ആയാലും വൈകുന്നേരം ആയാലും ദ്വാരക്കുന്നു കേട്ടിട്ടില്ല. ആ ഹദീസ് കേൾക്കാത്ത ആരും ഉണ്ടാകൂല. രണ്ട് മലക്കുകൾ രണ്ട് ഭാഷയിൽ ദ്വാരക്കും. അല്ലാഹുമ്മ ആതി മുൻഫിഖൻ ഖലഫാ, അല്ലാഹുമ്മ ആതി മുംസികൻ തലഫാ. ഉണ്ടായിട്ടും കൊടുക്കാത്ത ആൾക്ക് നീ നാശം കൊടുക്കണേ അല്ലാ. മലക്ക് ദ്വാരക്കണത് വേണം, ഞാൻ ദ്വാരുന്നതല്ല പറഞ്ഞത്, വിധങ്ങളെ ഹദീസിൽ പറഞ്ഞതാണ്. മറ്റൊരു മലക്ക് ദ്വാരുന്നത് അല്ലാഹുമ്മ ആതി മുൻഫിഖൻ ഖലഫാ, ചെലവാക്കുന്ന ആൾക്ക് പകരം നീ കൊടുക്കണം. എത്രയാണോ ചെലവാക്കുന്നതനുസരിച്ച് പകരം പിന്നെയും കൊടുക്കാനുള്ള തൗഫീഖ്, പിന്നെയും കൊടുക്കാനുള്ള തൗഫീഖ്, പിന്നെയും ഖിദ്മത്തിനുള്ള തൗഫീഖ്, അങ്ങനെ വർദ്ധിച്ച് കൊടുക്കാൻ വേണ്ടി, ഉണ്ടാകാൻ വേണ്ടി അല്ലാഹു തആലയോട് മലക്ക് ദുആർക്കുക. അല്ലാഹു തആല പറഞ്ഞതാണ്, എന്ത് ചെലവഴിച്ചാലും ദീനിന്റെ ഖിദ്മത്തിൽ ചെലവഴിക്കുന്നതിനൊക്കെ അല്ലാഹു തആല പകരം തരും. അല്ലാഹു തആല ദീനിന്റെ ഖിദ്മത്തിൽ കൊടുക്കുന്ന ഏത് ചെറുതിനും വലുതിനും അല്ലാഹു നമുക്ക് പകരം നൽകുമാറാകട്ടെ.